Hello everyone, welcome back to Eddie's Pharma Academy. Kerala PSC Pharmacist Grade 2, Category number 521/2017 Question Answer Discussion-ഉമായാണ് Eddie's Academy ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ PSC പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഒരിക്കലും മിസ് ചെയ്യാത്തൊരു പാർട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത് അല്ലെ. നിങ്ങൾ എങ്ങനെ ഇത്രയും നാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും, അതിന്റെ ആൻസർ നോക്കും. ഈ ഒരു മെത്തേഡിലായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പഠിക്കേണ്ടത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ കേരള PSC പ്രകാരം അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഈ 4 ഓപ്ഷൻസ് കൂടി നമ്മൾ പഠിക്കുക. അപ്പൊ എന്താ, 4 ഓപ്ഷൻസിനും 4 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ കണ്ടെത്തുക. അതായത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നത് 4 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് ഇക്വലന്റ് ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 400 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് ഇക്വലന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു മെത്തഡോളജിയുമായിട്ടാണ് 2017 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് സോൾവ് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ 2017 ഫാർമസി ക്വസ്റ്റ്യൻസ് 80 ആയിരുന്നു, 80 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു Eddie's Pharma Academy Q&A section. Question number 1. Drug of choice for the management of status epilepticus. Status epilepticus ന്റെ മാനേജ്മെന്റിന് കൊടുക്കുന്ന drug of choice ഏതാണ്? What is a primary drug or first drug ഏതാണ്? Option A ethosuximide, option B 50% glucose, option C diazepam and option D sodium valproate. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓർത്ത് നോക്കി, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ആണ്. ദാറ്റ് മീൻസ് എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഡ്രഗ്, സോ ആന്റി കൺവൾസൻസ് നമ്മൾ പഠിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിലെപ്സീസ് ആദ്യം നോക്കും, എന്നിട്ട് ആ ഒരു ചാർട്ട് നമ്മൾ പഠിക്കും അല്ലെ. ദെൻ എന്താണ്, ഓരോ ഡ്രഗിന്റെയും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കും, അങ്ങ് പോകും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന്റെ മാനേജ്മെന്റിന് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ആൻസർ അറിയാമോ? ഈ ഒരു മെത്തഡോളജിയിൽ നമ്മൾ പഠിച്ചു പോകണം. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിലെപ്സീസ് ഉണ്ട്, ലൈക്ക് ഗ്രാൻഡ് മാൽ, പെറ്റിറ്റ് മാൽ, ആബ്സെന്റ് സീഷേഴ്സ്, ടോണിക് ക്ലോണിക് സീഷേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എപ്പിലെപ്സീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോ എപ്പിലെപ്സിയുടെയും മാനേജ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന പെർട്ടിക്കുലർ ഡ്രഗ് ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഏതാണ്, സെക്കൻഡ് ലൈൻ ഡ്രഗ് ഏതാണ്, ഏതെങ്കിലും ആഡ് ഓൺ ഡ്രഗ് ഉണ്ടോ, ആൾട്ടർനേറ്റീവ് ഉണ്ടോ, ഇത് നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന്റെ മാനേജ്മെന്റിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? യെസ്, ഇറ്റ് ഇസ് diazepam. The answer is option C, diazepam. ഓക്കെ, അപ്പോ എന്താണ് റാഷണൽ, എന്തുകൊണ്ട് നിങ്ങൾ ഡയസെപ്പാം ചൂസ് ചെയ്തു? ഈ ഒരു ചാർട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ KD ത്രിപാഠി, ഫാർമക്കോളജിയുടെ KD ത്രിപാഠി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ചാർട്ടാണ്. സോ ഒരിക്കലും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീഷേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ്, കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ്, ആബ്സെന്റ് സീഷേഴ്സ്, മയോക്ലോണിക് സീഷേഴ്സ്, എട്ടോണിക് സീഷേഴ്സ്, ഫെബ്രൈൽ സീഷേഴ്സ് ആൻഡ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. അപ്പൊ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാ? ഫസ്റ്റ് ലൈൻ ചോയ്സ് ഏതൊക്കെയായിരുന്നു? ലോറസിപ്പാം ആൻഡ് ഡയസെപ്പാം, ഇൻട്രാവീനസ്ലി നമ്മൾ കൊടുക്കും. ആൻഡ് സെക്കൻഡ് ചോയ്സ് ഓഫ് ഡ്രഗ് ഇസ് ഫോസ്ഫെനിറ്റോയിൻ ആൻഡ് ഫിനോബാർബിറ്റോൺ. ആൻഡ് ആൾട്ടർനേറ്റീവ് ഒരു ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് നമ്മൾ ജനറൽ അനസ്തെറ്റിക്സും കൊടുക്കും. അപ്പൊ ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. ഇറ്റ് ഇസ് ഡയസെപ്പാം ആൻഡ് ലോറസിപ്പാം ആയിരുന്നു. നമ്മുടെ ഓപ്ഷൻസിൽ ഡയസെപ്പാം മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡയസെപ്പാം. ഡയസെപ്പാം ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. മനസ്സിലായോ? സോ എന്തായിരുന്നു സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്? അത് നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഇതാ പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ പഠിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ക്വസ്റ്റ്യനും നമ്മൾ പഠിക്കണം, ഓപ്ഷൻസും നമ്മൾ പഠിക്കണം അല്ലെ. സോ എന്തായിരുന്നു സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്? നമുക്കറിയാം, എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ എന്താ, കൺവൾഷൻസ് വരിക, ഒരു സീഷേഴ്സ് വരിക. ആ നോർമലി ബാക്കിയുള്ള എല്ലാ എപ്പിലെപ്സീസിലും ഒരു 1 to 2 minutes ഓർ മാക്സിമം 2.5 or 3 minutes ആയിരിക്കും ആ ഒരു സീഷേഴ്സ് വരുന്നത് അല്ലെ. ബട്ട് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന്റെ കേസിൽ റെക്കറന്റ് ആയിട്ട് കുറച്ചിട്ട് ഇടവിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ പീരിയഡ് ഓഫ് ദി സീഷേഴ്സ് എന്തില്ല, പേഷ്യന്റ് കോൺഷ്യസ് ആവില്ല, പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കിടക്കും. സീഷേഴ്സ് വരും, അൺകോൺഷ്യസ് ആയി കിടക്കുകയാണ്, കുറച്ച് വിത്തിൻ സെക്കൻഡ്സ് വീണ്ടും സീഷേഴ്സ് വരും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ 30 minutes സീഷേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ് നമ്മുടെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്നത്. അത് വെരി ഡേഞ്ചറസ് ആണ്, ബിക്കോസ് ഇടയ്ക്ക് പേഷ്യന്റ് കോൺഷ്യസ് ആവുന്നില്ല അല്ലെ. സോ അന്നേരം നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ലോറാസിപ്പാം ആൻഡ് ഡയസെപ്പാം, ഇൻട്രാവീനസ്ലി ഇൻജെക്ട് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വഴി നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കി. ഈ ഒരു ചാർട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന്റെ മാനേജ്മെന്റിന് ഡ്രഗ് ഓഫ് ചോയ്സ് ഏതായിരുന്നു? ദ ഫസ്റ്റ് ചോയ്സ് ഇസ് ഡയസെപ്പാം, ലോറാസിപ്പാം. സെക്കൻഡ് ചോയ്സ് ഈസ് ഫോസ്ഫെനിറ്റോയിൻ ആൻഡ് ഫിനോബാർബിറ്റോൺ. ക്ലിയർ ആയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2.
Pharmacy bill introduced by government of India in the year. Pharmacy bill എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്നായിരിക്കും? 1948, 2016, 1940 and 1945. What is the answer? It is option D, 1945. Pharmacy bill 1945 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു ഫാർമസി ബില്ല്? പണ്ട് നമ്മുടെ ഈ ആക്ട് DNC ആക്ട് ഒക്കെ വരുന്നതിന് മുന്നേ ഇന്ത്യയുടെ മാർക്കറ്റിൽ എപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സും ഇങ്ങനെ ഫ്ലഡഡ് ആയിരുന്നു അല്ലെ? പ്രത്യേകിച്ച് ഒരു റെഗുലേഷൻ ഒന്നും വരുന്നില്ല. ഇവിടെ ആർക്ക് വേണോ എന്ത് വേണോ വിൽക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അന്നേരം ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ബില്ലാണ് ഫാർമസി ബിൽ ഇൻ 1945. അപ്പൊ നമുക്ക് നോക്കാം. The pharmacy bill was introduced by the government of India in the year of 1945. അതേ ഇയറിൽ തന്നെയാണ് നമ്മുടെ DNC Act and Rules പാസ്സായത് അല്ലെ? DNC Act 1940 വരുന്നു, DNC Act and Rules 1945 വരും. This legislation aimed to regulate the pharmacy profession and pharmaceutical trade in the country. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഫാർമസി ബില്ല് കൊണ്ടുവന്നത്? ഒന്ന്, നമ്മുടെ ഫാർമസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുക. ഓൾസോ നമ്മുടെ ട്രേഡ്, നമ്മുടെ മെഡിസിൻസിന്റെ കച്ചവടം ഇന്ത്യയിൽ എന്താണ് അത് പ്രോപ്പറായിട്ട് നടക്കണം, കൺട്രോൾഡ് ആയിരിക്കണം, അത് റെഗുലേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. It provided a framework for the education and practice of pharmacy, ensuring standards in the production and distribution of pharmaceuticals. The bill played a crucial role in establishing guidelines for pharmacists and the pharmaceutical industry, contributing to the overall health and safety of the public. അപ്പൊ ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ പ്രൊഫഷൻ, ഫാർമസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുക. ഇവിടെ സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് ഒന്നും ഇങ്ങനെ ഫ്ലഡഡ് ആവാനായിട്ട് പാടില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതായിരുന്നു ഫാർമസി ബിൽ ഇൻ 1945. അപ്പൊ ബാക്കിയുള്ള ഇയറിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? യെസ്, 1948 ആരുണ്ട്? നമ്മുടെ ഫാർമസി ആക്ട് പാസ്സായത് 1948 അല്ലെ? 2016 പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. 1940 DNC ആക്ട് വന്നു, 1945 ഫാർമസി ബില്ലും ഉണ്ട്, DNC ആക്ട് ആൻഡ് റൂൾസും വരുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which of the following is a nutritional deficiency disorder? Option A, mumps. Option B, marasmus. Option B, mycosis. And option D, myelitis. ഏതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി? ന്യൂട്രിയൻസ് കുറയുന്നത് കൊണ്ട്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്തോ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ ഏതാണ്? ഏതായിരുന്നു? മംസ് ഉണ്ട്, മറാസ്മസ് ഉണ്ട്, മൈക്കോസിസ് ഉണ്ട്, മൈലൈറ്റിസ് ഉണ്ട്. ഏതാണ് ആൻസർ? It is option B, marasmus. Marasmus ആണ് ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ന്യൂട്രിയന്റ് ആണ് ഡെഫിഷ്യന്റ് ആവുന്നത് മറാസ്മസിൽ? നമ്മുടെ പ്രോട്ടീൻ ആണ് അല്ലെ? പ്രോട്ടീന്റെ എമൗണ്ട്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കാരണം വരുന്നതാണ് നമ്മുടെ മറാസ്മസ് എന്ന് പറയുന്നത്. സോ മറാസ്മസ് ഇസ് എ സിവിയർ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. മനസ്സിലായല്ലോ? പ്രോട്ടീൻ എനർജി എമൗണ്ട് കുറയുന്നത് കൊണ്ടാണ് മറാസ്മസ് സംഭവിക്കുന്നത്. ആൻഡ് അതിന്റെ ഒരു എന്താ സിംറ്റംസ് എന്താ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് മറാസ്മസ് ഉണ്ടെന്ന് പറയുന്നത്? It occurs as a result of total calorie insufficiency. This leads to the overt loss of adipose tissues and muscle. അപ്പൊ എന്താ പറയുന്നേ? കുട്ടി ആർക്കാണോ വരുന്നത്? ആളുടെ ആഡിപ്പോസ് ടിഷ്യൂസും മസിൽസും ലോസ് ആവും. അതായത് മസിൽസ് ഉണ്ടാവില്ല, ആഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ടാവില്ല. സ്കെൽറ്റൽ മാത്രം, നമ്മുടെ ഒരു അസ്ഥികൂടം പോലെ ഇരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അസ്ഥികൂടം മാതിരി ഇരിക്കും, മസിൽസ് ഉണ്ടാവില്ല. നമ്മുടെ ബോൺസിനെ കവർ ചെയ്യുന്ന മസിൽസ് ഉണ്ടാവില്ല, കാരണം പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട്. The child may have a weight for height value that is more than 3 standard deviation below the average for age or sex. അതായത് വെയിറ്റ് ടു ഹൈറ്റ് വാല്യൂ നോക്കുമ്പോൾ നോർമൽ വാല്യൂവിനേക്കാളും വളരെയധികം കുറവായിരിക്കും കുട്ടിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് അബൌട്ട് മറാസ്മസ്. ഇറ്റ് ഇസ് എ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസിനോട് നമുക്ക് ക്വസ്റ്റ്യൻ പഠിക്കണം അല്ലെ? അപ്പൊ മംസ് എന്തായിരുന്നു? Mumps, it is a contagious viral infection that affects the salivary glands that is easily preventable by the vaccine. ഇപ്പൊ നമുക്കറിയാം ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് മംസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ മുണ്ടി നീരെന്ന് കേട്ടിട്ടുണ്ട്, MMR വാക്സിൻ ഒക്കെ എടുക്കും. അപ്പൊ ഇതൊരു കണ്ടേജിയസ് വൈറൽ ഇൻഫെക്ഷൻ ആണ്. മെയിൻലി നമ്മുടെ സലൈവറി ഗ്ലാൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. വാക്സിൻ വഴി നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാം. ഇറ്റ് അഫക്ട്സ് ദി പാരോട്ടിഡ് ഗ്ലാൻസ്, സലൈവറി ഗ്ലാൻസ് ബിലോ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇയർ. അപ്പൊ ഇയറിന്റെ മുന്നിലുള്ള പാരോട്ടിഡ് ഗ്ലാൻസിനെയും സലൈവറി ഗ്ലാൻസിനെയും ആണ് എഫക്ട് ചെയ്യുന്നത്. ഡിസീസ് സ്പ്രെഡ് ത്രൂ ഇൻഫെക്റ്റഡ് സലൈവ വഴി പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ മംസ് മനസ്സിലായില്ലേ? ദെൻ മൈക്കോസിസ് മീൻസ് എന്തായിരുന്നു? മൈക്കോസിസ് മൈക്കോ അത് എന്തിനെ റിലേറ്റ് ചെയ്താ വരുന്നത്? മൈക്കോ എന്ന് പറയുന്ന ടേം വരുമ്പോഴേ നമ്മൾ ഓർക്കുക, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫംഗൈ ഓർ ഫഞ്ചൈ.
എന്തോ ഫംഗസിനെ റിലേറ്റ് ചെയ്തുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കാം. മൈക്കോസിസ് മീൻസ് എ ഡിസീസ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ഉണ്ട് ഫംഗസ്. ഒരു ഫംഗസ് കാരണം ഉണ്ടാവുന്ന ഏതൊരു ഡിസീസിനെ നമുക്ക് മൈക്കോസിസ് എന്ന് പറയാം. എ ഫംഗസ് ദാറ്റ് ഇൻവേർട്സ് ദ ടിഷ്യൂ ക്യാൻ കോസ് എ ഡിസീസ് ദാറ്റ് ഇസ് കൺഫൈൻഡ് ടു ദ സ്കിൻ, സ്പ്രെഡ്സ് ഇൻ ടു ദ ടിഷ്യൂസ്, ബോൺസ് ആൻഡ് ഓർഗൻസ് ഓർ എഫക്ട്സ് ദ ഹോൾ ബോഡി. അപ്പോൾ ഒന്നെങ്കിൽ ഹോൾ ബോഡീനെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്, മേ ബി സ്കിൻ ആയിരിക്കാം, ഒരു ടിഷ്യൂ ആയിരിക്കാം, ബോൺ ആവാം, ഒരു പെർട്ടിക്കുലർ ഓർഗൻ ആവാം, ഏത് ഓർഗൻ ആയിക്കോട്ടെ, ഏത് പാർട്ടോ ആയിക്കോട്ടെ, ഓർ ഹോൾ ബോഡി ആയിക്കോട്ടെ, ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് മൈക്കോസിസ് എന്ന് പറയാം. ദെൻ മൈലൈറ്റിസ്, നെക്സ്റ്റ് വൺ ഇസ് മൈലൈറ്റിസ്. സോ വാട്ട് ഇസ് മൈലൈറ്റിസ്? മൈലൈറ്റിസ്, സോ മൈലൈറ്റ് ആ ഒരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. മൈലിൻ ഷീത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ നെർവിനെ കവർ ചെയ്യുന്ന ഷീത്താണ് മൈലിൻ ഷീത്ത് എന്ന് പറയാം. ആൻഡ് മൈലൈറ്റിസ് മീൻസ്, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ടേമിന്റെ കൂടെ, നമ്മുടെ അനാട്ടമി റിലേറ്റഡ് ടേമിന്റെ കൂടെ ITIS വരുവാണെങ്കിൽ ഇൻഫ്ലമേഷൻ നമ്മൾ ഓർക്കുക. ലൈക്ക് ത്രോംബൈറ്റിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയൽ ഇൻഫ്ലമേഷൻ കേട്ടിട്ടുണ്ട് അല്ലെ. ITIS വരുവാണെങ്കിൽ ഇറ്റ് റിലേറ്റഡ് ടു ഇൻഫ്ലമേഷൻ. സോ ഇവിടെ എന്തിന്റെ ഇൻഫ്ലമേഷൻ ആണ്? മൈലൈറ്റിസ് ആണ്. സോ മൈലിൻ ഷീത്തിന്റെ ഇൻഫ്ലമേഷൻ ആണ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഫ്ലമേഷൻ ഓർ ദ സ്പൈനൽ കോഡ്. ഓക്കെ, സോ മൈലിൻ ഷീത്ത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഇൻഫ്ലമേഷനെയാണ് മൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡാമേജ്. അപ്പൊ മൈലൈറ്റിസ് വഴി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള മൈലിൻ ഓർ മൈലിൻ ഷീത്ത് ഡാമേജ് വരുന്നു. ഒരു മൈലിൻ ഷീത്ത് ഇൻഫ്ലേംഡ് ആവുന്നു, ദെയർബൈ സ്പൈനൽ കോഡ് ഇൻഫ്ലേംഡ് ആവുന്നു. ദാറ്റ് കവേഴ്സ് ദ നെർവ് സെൽ ഫൈബേഴ്സ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചേ. മംസ് എന്താന്ന് പഠിച്ചു, മൈക്കോസിസ് പഠിച്ചു, മൈലൈറ്റിസ് പഠിച്ചു, ആൻഡ് നമ്മുടെ മരാസ്മസ് എന്താന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. The immunoglobulin present in very low concentration in normal serum. നമുക്കറിയാലോ, നമ്മുടെ നോർമൽ സീറം, നമ്മുടെ ബ്ലഡ് സീറത്തിലെ ഏറ്റവും കുറവ് എമൗണ്ട് കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ? നമുക്കറിയാം, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബോഡിയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുവാണ്, അന്നേരം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ട് ഈ ബാക്ടീരിയോ ഫംഗസോ ആയിക്കോട്ടെ, ബാക്ടീരിയക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഓർ ആന്റിബോഡീസിനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ തന്നെ ഉണ്ട് ഏതൊക്കെ? IgE, IgM, IgG ആൻഡ് IgA. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ലോ കോൺസെൻട്രേഷനിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നുള്ളത്. What is answer? ആർക്കെങ്കിലും അറിയാമോ? കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ദ ആൻസർ ഇസ് ഓപ്ഷൻ A, IgE. IgE ആണ് ഏറ്റവും കുറവ് എമൗണ്ടിൽ കാണുന്നത്. എന്താണ് നമ്മുടെ റാഷണൽസ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഞാൻ പറഞ്ഞു തന്നെയാണ്. They are known as antibodies. These are the proteins produced by the immune system to help or to protect the body against harmful substances such as bacteria, virus and toxins. അപ്പോൾ ബോഡിയെ നമ്മുടെ ഹാംഫുൾ സബ്സ്റ്റൻസസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റിബോഡീസ് ആണ്, ഒരു പ്രോട്ടീൻസ് ആണ് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. There are several classes of immunoglobulins, each with a specific function. അപ്പൊ മെയിൻ ക്ലാസ്സസ് ആണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. Then ഇതിന്റെ ഒരു എമൗണ്ട് പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലോ എമൗണ്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ല അല്ലെ. അപ്പൊ ഏറ്റവും ഹൈ എമൗണ്ട് ഏതാണ്, ഏറ്റവും ലോ എമൗണ്ട് ഏതാണെന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ നോക്കിയേ, IgM, G, A, D ആൻഡ് E ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഏറ്റവും കുറവ് എമൗണ്ടിൽ കാണുന്ന ഏതാണെന്ന് ആയിരുന്നു. സോ ഏറ്റവും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ കാണുന്നത് IgDയും IgEയും ആണ്. IgDയും IgEയും ആണ് ട്രേസ് എമൗണ്ട്. അതായത് ബാക്കിയുള്ളതെല്ലാം ഗ്രാം പെർ DM ക്യൂബിലായിരുന്നു എങ്കിൽ ഇത് മില്ലിഗ്രാം എമൗണ്ടിലാണ് യൂഷ്വലി കാണാറുള്ളത്. IgDയും IgEയും ആണ് ഏറ്റവും ലോ എമൗണ്ടിൽ ബോഡിയിൽ കാണുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാ കാണുന്നേ? ബാക്കിയുള്ള നോക്കി AGM, അതിൽ ഏറ്റവും കൂടുതൽ ഏതാ കാണുന്നേ? ഇറ്റ് ഈസ് IgG. ഏറ്റവും കൂടുതൽ കാണുന്നത് IgG. അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? എയും ഉണ്ട് എമ്മും ഉണ്ട്. അതിലേതാ? 0.85ഉം 0.5 to 2. സോ അതിനുശേഷം ജിക്ക് ശേഷം കാണുന്നത് A, then M. ഇങ്ങനെ ഓർത്താൽ മതി, ജാം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ എമൗണ്ട് കാണുന്നത് IgG, അത് കഴിഞ്ഞ് A, അത് കഴിഞ്ഞ് M, പിന്നെ നമ്മുടെ Dയും Eയും വരുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ലോവസ്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ ഏറ്റവും കുറവ് കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മുടെ IG. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് പ്രകാരം IgE ആയിരുന്നു. ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5.
കണ്ടീഷൻ ഇൻ വിച്ച് WBC ഈസ് സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ ദി നോർമൽ റെഫറൻസ് റേഞ്ച്. അപ്പൊ എന്താ, WBCയുടെ എമൗണ്ട് നോർമൽ റേഞ്ചിനേക്കാളും കുറവായിരിക്കുന്ന കണ്ടീഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? പാൻസൈറ്റോപീനിയ, ല്യൂക്കോസൈറ്റോസിസ്, ല്യൂക്കോപീനിയ, ന്യൂട്രോപീനിയ. ഏതായിരിക്കും ആൻസർ? കുറച്ച് ട്രിക്കി ആണ് അല്ലെ. സോ പാൻസൈറ്റോപീനിയ ഉണ്ട്, ല്യൂക്കോസൈറ്റോസിസ് ഉണ്ട്, ല്യൂക്കോപീനിയ ഉണ്ട്, ന്യൂട്രോപീനിയ ഉണ്ട്. ഇതിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ന്യൂട്രോപീനിയ ആയിരിക്കും. അപ്പൊ ന്യൂട്രോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ന്യൂട്രോഫിൽസ്, ന്യൂട്രോഫിൽസും ആയിട്ട് റിലേറ്റ് ചെയ്താന്ന് മനസ്സിലായി. ല്യൂക്കോ മീൻസ് ഹിയർ ആൾസോ രണ്ട് ല്യൂക്കോ വരുന്നുണ്ട് റിലേറ്റഡ് ടു ല്യൂക്കോസൈറ്റ്സ്. അപ്പൊ ല്യൂക്കോസൈറ്റ്സ് എന്താണ്? ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതായിരുന്നു? WBC അല്ലെ. ല്യൂക്കോസൈറ്റ്സ് ആണ് WBC, എറിത്രോസൈറ്റ്സ് ആണ് നമ്മുടെ RBC. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എറിത്രോസൈറ്റ്സ് ആണ് നമ്മുടെ RBC എന്ന് പറയാം. അപ്പൊ ഇത് നമുക്കറിയാം. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ കണ്ടീഷൻ ഇൻ വിച്ച് the WBC is significantly lower than the normal range. Normal range അറിയാലോ, 5000 or 4500. 5000 എഴുതാം. 11,000 per liter ആണ് നമ്മുടെ WBCയുടെ നോർമൽ റേഞ്ച് എന്ന് പറയാം. അപ്പൊ അതിനേക്കാളും കുറവ് എമൗണ്ടിൽ കാണുന്ന കണ്ടീഷൻ എന്താണ് പറയാം. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് കുറച്ചുകൂടി ഒരു എളുപ്പ വഴിയുണ്ട്. ഈ പീനിയ, the word end with പീനിയ means decreased level ആണ് കേട്ടോ. So പീനിയ means something decreasing. Neutropenia means neutrophils decreasing. അപ്പൊ neutropenia means decreasing neutrophil. And leukopenia means, yes, leuco related to WBC. Leukopenia means decreasing WBC. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ സി, leukopenia, decrease in leukocytes or decrease in WBC than the normal range. Then leukocytosis means, cytosis എന്ന് പറഞ്ഞാൽ increased condition ആണ് കേട്ടോ. എറിത്രോസൈറ്റോസിസ് ഒക്കെ വരുമ്പോൾ increased condition ആണ് സൈറ്റോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ leukocytosis means increasing WBC. And leukopenia എന്തായിരുന്നു? Decrease in WBC. Neutropenia means decrease in neutrophil. Neutrophil is also a kind of WBC, but നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മെയിൻ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്, മെയിൻ ഫംഗ്ഷൻ ന്യൂട്രോഫിൽസ് വഴിയാണ് വരുന്നത്. പക്ഷെ അതിനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഓവറോൾ WBCയുടെ എമൗണ്ട് കുറയുന്നതിനെ ല്യൂക്കോപീനിയ എന്നാ പറയുന്നത്. അപ്പൊ ല്യൂക്കോസൈറ്റോസിസ് എന്തായിരുന്നു? WBCന്റെ എമൗണ്ട് കൂടുന്ന കണ്ടീഷൻ. ദെൻ വൺ മോർ തിങ്, ഇറ്റ് ഇസ് പാൻസൈറ്റോപീനിയ. പാൻസൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഓവറോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിച്ചെടുക്കുന്നത്. അപ്പൊ പാൻസൈറ്റോപീനിയ മീൻസ് എല്ലാ ബ്ലഡ് സെൽസിന്റെയും എമൗണ്ട് കുറയും. WBC ആയിക്കോട്ടെ, ഡിക്രീസ് ഇൻ RBC, ഡിക്രീസ് ഇൻ WBC, ഡിക്രീസ് ഇൻ പ്ലേറ്റ്ലെറ്റ്, എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പാൻസൈറ്റോപീനിയ എന്ന് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് പാൻസൈറ്റോപീനിയ, ല്യൂക്കോസൈറ്റോസിസ്, ല്യൂക്കോപീനിയ, ന്യൂട്രോപീനിയ. നമ്മുടെ ക്വസ്റ്റ്യൻ WBC നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി, ല്യൂക്കോപീനിയ, ദാറ്റ് ഇസ് ഡിക്രീസ് ഇൻ WBC. ഓക്കെ, റാഷണൽ എന്താ പറഞ്ഞേക്കുന്നത്? പാൻസ്. അപ്പൊ നമ്മൾ 4 എണ്ണത്തിനെ ഡിസ്കസ് ചെയ്യുവാണ്. ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? പാൻസൈറ്റോപീനിയ. എങ്ങനെ ഓർക്കണം? പാൻ ഇന്ത്യ മൊത്തി കിടക്കുവാണ്. ആൻഡ് പീനിയ എന്ന് വന്നു. സോ എല്ലാ ബ്ലഡ് സെൽസിന്റെയും എമൗണ്ട് കുറയുന്ന കണ്ടീഷൻ. പാൻസൈറ്റോപീനിയ ഡിസ്ക്രൈബ്സ് ഹാവിംഗ് ലോ ലെവൽസ് ഓഫ് ഓൾ ദ 3 blood cell types, that is red blood cells or RBC, WBC and platelets. Low levels of each type corresponds with a specific condition. എന്തെങ്കിലും കണ്ടീഷൻ, ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഡ്രഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ആയിട്ട് പാൻസൈറ്റോപീനിയ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് എന്തായിരുന്നു? ല്യൂക്കോസൈറ്റോസിസ്. ഞാൻ പറഞ്ഞു സൈറ്റോസിസ് മീൻസ് ഹൈ ലെവൽ ആണ്. ല്യൂക്കോ റിലേറ്റഡ് ടു WBC. സോ ഹൈ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ക്യാൻ ഹാവ് കോസസ് ദാറ്റ് ആർ നോട്ട് ഡ്യൂ ടു അണ്ടർലൈങ് ഡിസീസസ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് നോർമൽ ഇൻഡിവിജ്വൽ വേരിയേഷൻ. അപ്പൊ എപ്പോഴൊക്കെയാണ് ഹൈ ബ്ലഡ് സെൽ WBC കൗണ്ട് കൂടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവാം. എന്തെങ്കിലും സർജറി, അടുത്തിടയ്ക്ക് എന്തെങ്കിലും സർജറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും സർജറി വരുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അന്നേരം WBCന്റെ എമൗണ്ട് കൂടും. സ്റ്റിറോയിഡൽ യൂസ്, മെഡിക്കേഷൻ സൈഡ് ഇഫക്റ്റ് ഓർ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ WBCന്റെ എമൗണ്ട് കൂടി ല്യൂക്കോസൈറ്റോസിസ് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ദെൻ ല്യൂക്കോപീനിയ, അതാണ് നമ്മുടെ ആൻസർ. ലോ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ഹാപ്പൻസ് വെൻ യു ഹാവ് എ ലോവർ ദാൻ ദ നോർമൽ നമ്പർ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞു വരുന്ന കണ്ടീഷൻ. സിഗ്നിഫിക്കന്റ്ലി യു ഹാവ് എ ഫ്യൂവർ ന്യൂട്രോഫിൽ ദാൻ ദ നോർമൽ. എസ്പെഷ്യലി ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് കുറയുമ്പോഴാണ്. ന്യൂട്രോഫിൽസ് ആർ ഓൾസോ വൈറ്റ് ബ്ലഡ് സെൽസ് ദാറ്റ് ആക്ട് ആസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റംസ് ഫസ്റ്റ് ലൈൻ ഡിഫൻസ്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ്, ഒരു
ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് കയറുമ്പോൾ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ന്യൂട്രോഫിൽസ് ആയിരിക്കും. ന്യൂട്രോപീനിയ മീൻസ് ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് മാത്രം കുറയുന്ന കണ്ടീഷൻ. വൈൽ ഓൾ white blood cells help your body to fight infection, neutrophils are important for fighting certain infections, especially those caused by bacteria. അപ്പൊ എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും ന്യൂട്രോഫിൽ ആയിക്കോട്ടെ, ഇസ്നോഫിൽ ആയിക്കോട്ടെ, ബേസോഫിൽ ആയിക്കോട്ടെ, എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും മെയിൻലി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് ന്യൂട്രോഫിൽസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ വഴി നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചു. Next question. The science deal with the interaction of exogenously administered chemical molecules in the living system. Option A, anthropology. B, bioinformatics. C, chemoinformatics. And option D, pharmacology. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സോജീനിയസ്ലി അഡ്മിനിസ്ട്രേർഡ് കെമിക്കൽ മോളിക്യൂൾ, പുറമേ നിന്ന് ഒരു കെമിക്കൽ മോളിക്യൂൾ ഒരു ലിവിംഗ് സിസ്റ്റത്തിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അതിനെപ്പറ്റി പഠിക്കുന്ന സയൻസ് ഏതാണ്? ഇതിൽ ഏതായിരിക്കും ആൻസർ? നമ്മൾ ഫാർമസി ആണ് അല്ലെ? ഇപ്പൊ ഏതായിരിക്കും? ഇറ്റ് ഇസ് ഫാർമക്കോളജി. ഓപ്ഷൻ ബി, ഫാർമക്കോളജി ഇസ് എ കറക്റ്റ് ആൻസർ. കാരണം എന്താ? ഫാർമക്കോളജി നമ്മൾ പഠിക്കുന്ന ഫാർമക്കോളജി എന്താ? ഇറ്റ് ഇസ് സയൻസ് ഡീൽ വിത്ത് ദ ഡ്രഗ്. ഡ്രഗിനെ പറ്റി പഠിക്കുന്നു. യെസ്, ഡ്രഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സോജീനസ് മോളിക്യൂൾ. ഡ്രഗ് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? നമ്മുടെ ബോഡിയിലേക്കാണ് കൊടുക്കുന്നത് അല്ലെ? നമ്മുടെ ലിവിംഗ് സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? ഒരു ഇന്ററാക്ഷൻ നടക്കും, ഡ്രഗ് ബോഡിയിൽ ആക്ട് ചെയ്യും. ഒന്നെങ്കിൽ നമ്മുടെ അസുഖം കുറയ്ക്കും, സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും, അതൊക്കെ നമുക്കറിയാം, അതൊക്കെ മാറ്റി വെച്ചോട്ടെ. ബോഡിയിൽ ഇന്ററാക്ട് ചെയ്യും, ബോഡിയായിട്ട് ഡ്രഗ് ഇന്ററാക്ട് ചെയ്യും. അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. റാഷണൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ള 4 എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓൺ ആന്ത്രോപോളജി. It is a scientific study of humanity concerned with human behavior, human biology, cultures, societies and linguistics in both the present and past, including human species. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഒരു സയൻസ് ആണ് നമ്മുടെ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ ബയോളജി എന്താണ്, നമ്മുടെ കൾച്ചർ, സൊസൈറ്റി, ഇതിനെല്ലാം ഇപ്പൊ എന്താണ്, മുന്നേ എന്തായിരുന്നു, ഇതിനെ പറ്റി പഠിക്കുന്ന സയൻസ് ആണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. Then bioinformatics. Bioinformatics is an interdisciplinary field of science that develops methods and software for understanding biological data, especially when the data sets are large and complex. അതായത് നമ്മൾ ബയോളജിക്കൽ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സയൻസ് ആണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പോ ഒരു ഡ്രഗ് ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുവാണ്, എത്രയെങ്കിലും ലക്ഷം അല്ലെങ്കിൽ എത്രയെങ്കിലും കൂടിയ ആൾക്കാർക്ക് കൊടുക്കുവാണ്, എന്നിട്ട് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പൊ അത്രയും ലാർജ് എമൗണ്ട് ഓഫ് ബയോളജിക്കൽ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അത് അനലൈസ് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ആണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് ആൻഡ് ടൂൾസ് അതിന് യൂസ് ചെയ്യും. ബയോളജിക്കൽ ഡേറ്റ നമുക്ക് അതുവഴി മനസ്സിലാവും. എസ്പെഷ്യലി ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡേറ്റ ഉള്ളപ്പോഴാണ് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ കീമോ ഇൻഫർമാറ്റിക്സ്, ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി theory with the computer and information science techniques, so called the in silico techniques, in application to a range of descriptive and prescriptive problems in the field of chemistry, including its application to the biology related molecular field. appo chemo informatics adayathu chemistryയും നമ്മുടെ physical chemistryയും information chemistryയിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ information technology യൂസ് ചെയ്ത് അല്ലെങ്കിൽ softwares യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് chemo informatics എന്ന് പറയുന്നത്. And the last one is our answer, it is pharmacology. It is a science of medical drug, അല്ലെങ്കിൽ it is a science of drug എന്ന് നമ്മൾ സിംപ്ലി പഠിച്ചിട്ടുണ്ട്. ആൻഡ് മെഡിക്കേഷൻ ഇൻക്ലൂഡിംഗ് സബ്സ്റ്റൻസസ്, ഒറിജിൻ, വെറും ഡ്രഗിന്റെ പേരാണോ നമ്മൾ പഠിക്കുന്നത്? അല്ലേ, അതിന്റെ ഒറിജിൻ, അതിന്റെ കോമ്പോസിഷൻ, ഫാർമക്കോകൈനറ്റിക്സ്, ഫാർമക്കോഡൈനാമിക്സ്, യൂസ്, ടോക്സിക്കോളജി, അഡ്വേഴ്സ് എഫക്ട്സ് എല്ലാം നമ്മൾ പഠിക്കും. ഒരു വൈഡ് സയൻസ് ഫീൽഡ് ആണ് നമ്മുടെ ഫാർമക്കോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻസ് ഓഫ് എക്സോജീനിയസ്ലി അഡ്മിനിസ്ട്രേർഡ് മോളിക്യൂൾ, ഹൗ ഇറ്റ് ഇന്ററാക്ട് വിത്ത് അവർ ബോഡി, അതിനെ നമുക്ക് ഫാർമക്കോളജി എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 7. According to Indian Pharmacopoeia, the statement of sparingly soluble at 20 to 30 degree means approximate volume of solvent in ml per gram of solute is. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ IP പ്രകാരം, ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രകാരം എന്താണ് സ്പെയറിംഗ്ലി സോളുബിൾ അറ്റ് 20 to 30 ഡിഗ്രി സെൽഷ്യസ്? അപ്പൊ ഒരു ചാർട്ട് ഉണ്ട്, നമുക്കറിയാലോ. നമ്മൾ ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട് അല്ലെ, ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. അവിടെ വരുന്ന പോർഷൻ ആണ് ഇത്. വെരി സോളുബിൾ, ഫ്രീലി സോളുബിൾ, സ്പെയറിംഗ്ലി സോളുബിൾ, സ്ലൈറ്റ്ലി സോളുബിൾ എന്ന് പറഞ്ഞ് നമ്മളൊരു ചാർട്ട് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അതില് സ്പെയറിംഗ്ലി സോളുബിൾ എത്രയാണ്, എത്ര പാർട്സ് പെർ മില്യൺ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രം 1 to 10, 30 to 100, 10 to 30, 100 to 1000. ഏതായിരിക്കും?
പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ നമ്മൾ ആ ചാർട്ട് എഴുതി വെക്കുക. ഓക്കെ, ദിസ് ഈസ് അവർ ചാർട്ട്. ആദ്യം ലെഫ്റ്റ് സൈഡ് പഠിക്കാം. വെരി സോളുബിൾ, ഫ്രീലി സോളുബിൾ, സോളുബിൾ, സ്പെയറിംഗ്ലി സോളുബിൾ, സ്ലൈറ്റ്ലി സോളുബിൾ, വെരി സ്ലൈറ്റ്ലി സോളുബിൾ, പ്രാക്ടിക്കലി ഇൻസോളുബിൾ. ഈ ഒരു ടേബിളില് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഐറ്റം ഏതാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിക്കാം. സോൾബിലിറ്റി നോക്കുകയാണ് ആദ്യം. ഇറ്റ് ഇസ് വെരി സോളുബിൾ, പെട്ടെന്ന് സോളുബിൾ ആവും, ഇടുന്ന പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആൻഡ് ഫ്രീലി സോളുബിൾ, കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോഴൊക്കെ സോളുബിൾ ആവും. ആൻഡ് ഇറ്റ് ഇസ് സോളുബിൾ, ആ ഒരു ഓർഡറിൽ ഓർത്ത് വെക്കുക, സോളുബിൾ ആണ്. മൂന്ന് എസ് വരും കേട്ടോ. വെരി സോളുബിൾ, ഫ്രീലി സോളുബിളിന് ശേഷം ഓർത്ത് വെക്കേ സോളുബിൾ, സ്പെയറിംഗ്ലി സോളുബിൾ, സ്ലൈറ്റ്ലി സോളുബിൾ. അപ്പൊ അതും തിരിഞ്ഞു പോരുത്. ആദ്യം സോളുബിൾ ആണ്, പിന്നെ സ്പെയറിംഗ്ലി കുറച്ചൊക്കെ സോളുബിൾ ആവും, സ്ലൈറ്റ്ലി കുറച്ച് മാത്രമേ സോളുബിൾ ആവുള്ളൂ, ദെൻ വെരി സ്ലൈറ്റ്ലി അതിലും കുറച്ച് സോളുബിൾ ആവുള്ളൂ, ആൻഡ് പ്രാക്ടിക്കലി ഇൻസോളുബിൾ. അപ്പൊ ഈ ഒരു സൈഡ് നിങ്ങൾ പഠിച്ചോ. വെരി സോളുബിൾ, freely soluble, soluble, sparingly, slightly, very slightly, and practically insoluble. Okay, then നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. 1 to 10,000 ഉണ്ട് എന്ന് ഓർക്കുക. ഇടയ്ക്ക് നമ്മൾ 1, 10, 100 അങ്ങനെ പോകുന്നതല്ലാണ്ട് ഇടയ്ക്ക് ഒരു 30 വരുന്നുണ്ട്. എന്താ പറഞ്ഞത്? 1 to 10,000 ഉണ്ട്. ഇടയ്ക്ക് നമ്മുടെ 10, 100 അല്ലാണ്ട് ഒരു 30 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാ നോക്കിയേ. ആദ്യം ലെസ് ദാൻ 1, then 1 to 30, 30 to 100, 100 to 1000, 1000 to 10,000, greater than 10,000. സിമ്പിൾ ആണ് അല്ലെ, പെട്ടെന്ന് പഠിച്ചു. 1 to 10,000 ആണെന്ന് ഓർക്കുക. ആദ്യം ലെസ് ദാൻ 1 ഉം അവസാനം ഗ്രേറ്റർ ദാൻ 10,000 ആണ്. ദെൻ ഇടയ്ക്ക് 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, അത് ഓക്കെ. പക്ഷെ 30 കൂടെ ഉണ്ട്. ആ 30 ആരും സ്കിപ്പ് ചെയ്യരുത്. 30 ആണ് പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നത്. സോ ലെസ് ദാൻ 1, 1 to 10, 10 to 30, 30 to 100, 100 to 1000, 1000 to 10,000, more than 10,000. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കാം. അപ്പോ ഇനി ഇത് ഏതാണ്? വെരി സോളുബിൾ ഇസ് ലെസ് ദാൻ 1, ഫ്രീലി സോളുബിൾ ഇസ് 1 to 10. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു. പക്ഷെ ഈ ഒരു ചാർട്ട് പഠിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. ഫസ്റ്റ് ഈ ടേംസ് പഠിക്കാം. വെരി സോളുബിൾ, ഫ്രീലി സോളുബിൾ, അത് കഴിഞ്ഞ് 3 S. സോളുബിൾ, സ്പെയറിംഗ്ലി സോളുബിൾ, സ്ലൈറ്റ്ലി സോളുബിൾ, ദെൻ വെരി സ്ലൈറ്റ്ലി സോളുബിൾ, പ്രാക്ടിക്കലി ഇൻസോളുബിൾ, അവസാനം ഇൻസോളുബിൾ. ദെൻ ഇപ്പർ സൈഡ് പഠിക്കാം. ലെസ് ദാൻ 1, 1 to 10, 10 to 30, 30 to 100, 100 to 1000, 1000 to 10,000, more than 10,000. ഈ ഒരു ചാർട്ട് എഴുതി വെച്ചതിന് ശേഷം ക്വസ്റ്റിനിലേക്ക് പോവാ. ക്വസ്റ്റൻ എന്താണ്? സ്പെയറിംഗ്ലി soluble. Sparingly soluble at 20 to 30 degrees എന്നാണ്. അപ്പൊ ഏതാ? നേരെ വരാ. സ്പെയറിംഗ്ലി സോളുബിൾ ഇവിടെ ഉണ്ട്. ആൻസർ ഇസ് 30 to 100. ദിസ് ഇസ് ആൻസർ. 30 to 100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, ഫ്രം 30 to 100. കണ്ടോ, ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ടി പോലും വന്നില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ചാർട്ട് എഴുതി വെക്കുക, ഒരു ചാർട്ട് ഓർക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ ഏതാണ് വേണ്ടത് അത് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് അത് മാത്രം സെലക്ട് ചെയ്ത. ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ ഒരു ചാർട്ട് പഠിക്കാണ്ട് പോരുത് കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. Next question, question number 8. Chief constituent of bale fruit is? Pharmacognosy എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേൽ ഫ്രൂട്ട് എന്ന് വരുന്ന ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാണ്? മാർമലോസിൻ, മാർമെസിൻ, മാനുട്ടോൾ, മാനോഗ്ലൈക്കൻ. അപ്പൊ എല്ലാം മാർമലോസിൻ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം ബേൽ ഫ്രൂട്ടിൽ മാർമലോസിൻ ലൈക്ക് സംതിങ് അങ്ങനെ ഒരു വേർഡാണ് നമുക്കറിയാം. അപ്പൊ മാർമലോസിൻ ഓർ മാർമെസിൻ ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഏതാന്നുള്ളത് വീണ്ടും കൺഫ്യൂസ്ഡ് ആവുന്നു. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, മാർമലോസിൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് പഠിക്കുന്നതിനേക്കാളും നമ്മൾ ആ ഒരു ബേൽ ഫ്രൂട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ എന്താ ബേൽ ഫ്രൂട്ട്? ബയോളജിക്കൽ സോഴ്സ്, ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ഈഗൽ മാർമലോസ് ഓഫ് ഫാമിലി റൂട്ടേസിയേ. അപ്പൊ ഫാർമകോഗ്നോസി പഠിക്കുമ്പോൾ മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ് അതിന്റെ സോഴ്സ്, ഏത് ഫാമിലിയിലും ഇൻക്ലൂഡഡ് ആണ്, കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണ്, മെയിൻ യൂസ് എന്താണ്, ആൻഡ് ഓൾസോ നമ്മുടെ കെമിക്കൽ ടെസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ബേൽ ഫ്രൂട്ട് എന്താണ്? ഈഗൽ മാർമലോസിന്റെ ഫ്രൂട്ട് ആണ് ഓഫ് ഫാമിലി റൂട്ടേസിയേ. കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാ? മെയിൻ കോൺസ്റ്റിറ്റ്യൂൻസ് മാർമലോസിൻ ആൻഡ് ഫ്യൂറോ കൗമാരനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനാണ് അല്ലെ. നമ്മുടെ GIT എന്തെങ്കിലും വിഷയമുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, ഒരു ഡയറിയ ഉണ്ടാവുകയാണ്, അന്നേരം നമ്മൾ കൊടുക്കുന്ന ആന്റി ഡയറൽ ആയിട്ട് കൊടുക്കുന്ന ഫാർമകോഗ്നോസിൽ വരുന്ന ഡ്രഗ് ആണ് ബേൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ചീഫ് കോൺസ്റ്റിറ്റ്യൂന്റ് മാർമലോസിൻ. ക്ലിയർ അല്ലേ?
Next question. Dopamine agonist used in the treatment of Parkinsonism. Parkinsonism കൊടുക്കുന്ന dopamine agonist ഏതാണ്? അപ്പോൾ Parkinsonism കൊടുക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് നമ്മൾ ആ ഒരു ആന്റി പാർക്കിൻസോണിയൽ ഡ്രഗ് ചാർട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അത് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ സെലിജിലിൻ, ബി എൻഡോകാപ്പോൾ, സി ബ്രോമോക്രിപ്റ്റിൻ, ഡി അമാൻറ്റിഡിൻ. ഏതായിരുന്നു ആൻസർ? ഡോപ്പമിൻ അഗോണിസ്റ്റ് ആയിട്ട് വരുന്ന ഏതായിരുന്നു? ഓപ്ഷൻ സി ബ്രോമോക്രിപ്റ്റിൻ ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയാം. എന്താണ് നമ്മുടെ ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ്? അറിയാലോ പാർക്കിൻസോണിസം എന്താണ്? പാർക്കിൻസോണിസം ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. നമ്മുടെ ഡോപ്പാമിനർജിക് ന്യൂറോൺസ്, ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ചെയ്തു പോകുന്നു, നശിച്ചു പോകുന്നു. അത് കാരണം പേഷ്യന്റ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുന്നില്ല. മൂവ്മെന്റിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. എക്കൈനേസിയ, ഹൈപ്പോകൈനേസിയ ആൻഡ് റിജിഡിറ്റി, ട്രെമർ, ഇതൊക്കെയാണ് പാർക്കിൻസോണിസം ഡിസീസിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡ്രഗ്സിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? രണ്ടായിട്ടാണ്. ഡ്രഗ് അഫക്റ്റിംഗ് ബ്രെയിൻ ഡോപ്പാമിനർജിക് സിസ്റ്റം, ഡ്രഗ് അഫക്റ്റിംഗ് ബ്രെയിൻ കോളിനർജിക് സിസ്റ്റം. കോളിനർജിക് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡ്രഗും ഉണ്ട്, ഡോപ്പാമിനർജിക് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡ്രഗും ഉണ്ട്. അതിൽ ഡോപ്പാമിനർജിക് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡ്രഗിലാണ് നമ്മുടെ ബ്രോമോക്രിപ്റ്റിൻ വരുന്നത്. അപ്പൊ ഏതൊക്കെയാ? ഡോപ്പാമിൻ പ്രിക്കോസർ, ലീവോഡോപ്പ. ലീവോഡോപ്പയാണ് ഡോപ്പാമിൻ ആയിട്ട് മാറുന്നത്. ഒരു ഡോപ്പാമിന്റെ പ്രിക്കോസർ ആണ്. ഡോപ്പാമിൻ ആവണതിന് മുന്നേ വരുന്ന ഏതാ? ലീവോഡോപ്പ. ദെൻ പെരിഫറൽ ഡി കാർബോക്സിലേസ് ഇൻഹിബിറ്റർ, അതായത് നമ്മുടെ ഡോപ്പാമിൻ ആസിഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെരിഫറൽ ഡി കാർബോക്സിലേസ് വഴി അതെന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്ത് പോകും. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് കാർബിഡോപ്പ ആൻഡ് ബെൻസെറാസിൻ. നമുക്കറിയാം ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻ ആയിട്ടാണ് എപ്പോഴും കണ്ടുവരാറുള്ളത്. ലീവോഡോപ്പ ആസിഡ് കൊടുക്കാറില്ല. ദെൻ the third one is dopaminergic agonist. ഒരു dopamine agonist അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബ്രോമോക്രിപ്റ്റിൻ, റോപ്പിനറോൾ ആൻഡ് പ്രാമിപെക്സോൾ. ഓപ്ഷൻസിൽ റോപ്പിനറോൾ ആൻഡ് പ്രാമിപെക്സോൾ വരുന്നില്ല, ബ്രോമോക്രിപ്റ്റിൻ മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ആൻസർ, ഓപ്ഷൻ സി ബ്രോമോക്രിപ്റ്റിൻ. ദെൻ മാവോ ബി ഇൻഹിബിറ്റർ. മാവോ ബി ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ എന്താ? മാവോ എൻസൈം അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പാമിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആണ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക. എന്നിട്ട് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പാമിൻ എമൗണ്ട് കൂട്ടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് സെലിജിലിൻ, റോസജിലിൻ. ദെൻ കോംറ്റ് ഇൻഹിബിറ്റർ. കോംറ്റും ഓൾസോ ഈ പറയുന്ന കാറ്റഗോളാമീൻസിനെ മെറ്റബിളൈസ് ചെയ്യുന്ന എൻസൈം ആണ് കോംറ്റ്, കാറ്റഗോളോമീഥൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് കാറ്റഗോളാമീൻസിന്റെ എമൗണ്ട് കൂട്ടുക. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതൊക്കെയാ? ടോൾകാപ്പോൺ ആൻഡ് എൻഡോകാപ്പോൺ. ദെൻ ഗ്ലൂട്ടമേറ്റ് ഒരു NMDA റിസപ്റ്റർ അഗോണിസ്റ്റ് ആയിട്ട് വരുന്ന അമാൻറ്റിഡിൻ. ഇതിന് ആന്റി വൈറൽ ഡ്രഗും ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ആന്റി വൈറൽ ഡ്രഗ് യൂസ്ഡ് ആസ് ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അമാൻറ്റിഡിൻ. ദെൻ ഡ്രഗ് എഫക്റ്റിംഗ് ബ്രെയിൻ കോളിനർജിക് സിസ്റ്റം. കോളിനർജിക് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗ് സെൻട്രൽ ആന്റി കോളിനർജിക് ലൈക്ക് ട്രൈഹെക്സിഫെനിഡൈൽ, പ്രോസൈക്ലിൻ, ബൈപെരിഡിൻ. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നു ബെൻസ്ട്രോപ്പിൻ, ബെൻസെക്സോൾ, ബൈപെരിഡിൻ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ട്രൈഹെക്സിഫെനിഡൈൽ ആണ് ബെൻസെക്സോൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഡ്രഗ്സ് ഏതൊക്കെയാ? പ്രോസൈക്ലിൻ, ബൈപെരിഡിൻ, ബെൻസ്ട്രോപ്പിൻ. ദെൻ ആന്റി ഹിസ്റ്റാമിൻസിൽ ഓർഫെനാഡ്രിൻ ആൻഡ് പ്രൊമെത്താസിൻ. അപ്പൊ ഇത്രയാണ് ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ് എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡോപ്പാമിൻ അഗോണിസ്റ്റ് ഏതാണ്? ഡോപ്പാമിനർജിക് അഗോണിസ്റ്റ് ഏതായിരുന്നു? ബ്രോമോക്രിപ്റ്റിൻ, റോപ്പിനറോൾ ആൻഡ് പ്രാമിപെക്സോൾ ആണ് ഡോപ്പാമിൻ അഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് സെലിജിലിൻ എന്തായിരുന്നു? മാവോ ബി ഇൻഹിബിറ്റർ. എൻഡോകാപ്പോൺ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗോളോമീഥൈൽ ട്രാൻസ്ഫറേസ് ഇൻഹിബിറ്റർ. അമാൻറ്റിഡിൻ എന്ന് പറയുന്നത് NMDA റിസപ്റ്റർ അഗോണിസ്റ്റ്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ല. ഇതുവഴി ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ ക്ലാസിഫിക്കേഷൻ വരുന്ന ഡ്രഗ്സ് നമ്മൾ പഠിച്ചു. എന്താണ് പാർക്കിൻസോൺസ് എന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 10. വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻ യൂസ്ഡ് ഓറലി ഫോർ ദ റിലീഫ് ഓഫ് കഫ്, നമ്മുടെ ചുമ, അതിന്റെ റിലീഫിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓറലി കൊടുക്കുന്ന ലിക്വിഡ് പ്രിപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ ഗാർഗിൾസ്, ഓപ്ഷൻ ബി ഡ്രോപ്സ്, ഓപ്ഷൻ സി എലിക്സർ, ഓപ്ഷൻ ഡി ലിങ്ക്ടസസ്. ഏതാണ്? അപ്പൊ നമുക്കറിയാം ഓറലി കൊടുക്കുന്ന നമ്മൾ നോക്കുവാണ് ഗാർഗിൾസ്. ഗാർഗിൾ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഗാർഗിൾ ചെയ്യാന്ന് പറയും, അല്ലെ? വെള്ളം കൊള്ളുക എന്ന് പറയും. തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ഉപ്പുവെള്ളം കൊള്ളുക എന്ന് പറയും, ഗാർഗിൾ ചെയ്യാന്ന് പറയാം. അപ്പൊ അതാണോ? അതല്ല. അത് ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്, ബട്ട് വിസ്കസ് അല്ല. സൊല്യൂഷൻ മാതിരി ഇരിക്കുകയാണ്. ഡ്രോപ്സ് ആണോ? ഐ ഡ്രോപ്സ് അങ്ങനെയൊക്കെ വരും. നമ്മൾ ഓറൽ അധികം ഡ്രോപ്സ് കൊടുക്കാറില്ല, കുട്ടികൾക്ക് വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ. ദെൻ എലിക്സേഴ്സ് ആണ് ലിങ്ക്ടസസ്. ഇതായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലിങ്ക്ടസസ്. Okay, നമുക്ക് explanation വരുമ്പോഴേക്കും അത് ക്ലിയർ ആവും. Before that, what is gargles? These are aqueous hydroalcoholic solutions used to treat
or prevent throat infections and contain phenol, thymol, potassium chlorate. Example, potassium chlorate and phenol gargle. അപ്പൊ എന്താ പറഞ്ഞത്? ഗാർഗിൾ എന്ന് പറയുന്നത് aqueous ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻസ് ആണ്. അതായത് വാട്ടറും ഉണ്ട് ആൽക്കഹോളും ഉണ്ട്. ആ ടേം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗാർഗിൾസ് ആർ ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻ യൂസ്ഡ് ടു ട്രീറ്റ് ഓർ പ്രിവെന്റ് ത്രോട്ട് ഇൻഫെക്ഷൻ. നമുക്കറിയാം ത്രോട്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. എന്തൊക്കെ എക്സാമ്പിൾസ്? പൊട്ടാസ്യം ക്ലോറേറ്റ് ആൻഡ് ഫിനോൾ ഗാർഗിൾസ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എലിക്സേഴ്സ് ആണ്. എലിക്സേഴ്സ് ഇസ് സ്വീറ്റ് liquid used for medical purposes to be taken orally and intended to cure one's illness. അപ്പൊ എന്താ? ലിക്വിഡ് ആണ്, സ്വീറ്റ് ലിക്വിഡ് ആണ്, നമ്മൾ ഓറലി കൊടുക്കുന്ന ഡ്രഗ് ആണ്. When used as a pharmaceutical preparation, elixir contain at least one active ingredient. ഒരു ഡ്രഗ് എങ്കിലും one active pharmaceutical ingredient എങ്കിലും ഉണ്ടായിരിക്കണം, designed to be taken orally. Clear ആയല്ലോ? So elixirs പറയുന്നത് സ്വീറ്റ് ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്. ഇതും എന്തല്ല, വിസ്കസ് അല്ല. And linctuses, this is our answer. Linctuses is medicine in the form of syrup. അപ്പൊ സിറപ്പ് പോലെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് വിസ്കസ്. കുറച്ച് കട്ടി ഉണ്ടാവും അല്ലെ? To be taken to relieve the coughs and the sore throats. The linctus is a syrup that helps to relieve dry cough. അപ്പൊ മെയിൻലി ഡ്രൈ കഫ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പ്യൂട്ടം ജനറേറ്റ് ചെയ്യാത്ത കഫ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക്ടസസ് യൂസ് ചെയ്യുന്നത്. ചില ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? They will sell codeine in the form of syrup like medicine called codeine linctus. അപ്പൊ ചിലര് കൊഡീൻ ലിങ്ക്ടസ് കൊടുക്കാറുണ്ട്. ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ കഫിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കൊഡീൻ ആണ് അല്ലെ? അപ്പൊ അത് ലിങ്ക്ടസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ക്ലിയർ ആയല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻ യൂസ്ഡ് ഓറലി ഫോർ ദ ട്രീറ്റ്മെന്റ് ഓർ റിലീഫ് ഓഫ് കഫ്. വിസ്കസ് ലിക്വിഡ് ഏതാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലിങ്ക്ടസസ്. അപ്പൊ ബാക്കിയുള്ള എന്താണെന്ന് നമ്മൾ പഠിച്ചേ? ക്വസ്റ്റ്യൻ നമ്പർ 11. Schedule Y of the D&C Act and Rules 1945 deals with. Schedule Y. Schedules പഠിക്കേണ്ട ഒരാളും ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓപ്ഷൻ എ ജനറിക് ഡ്രഗ്, ഓപ്ഷൻ ബി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്, ഓപ്ഷൻ സി ക്ലിനിക്കൽ ട്രയൽ, ഓപ്ഷൻ ഡി മെഡിക്കൽ ഡിവൈസസ്. ഏതാണ്? ഷെഡ്യൂൾ Y ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി, ക്ലിനിക്കൽ ട്രയൽസ്. ക്ലിനിക്കൽ ട്രയൽസ് അതിന്റെ ഗൈഡ് ലൈൻസ് വരുന്നത് നമ്മുടെ ഷെഡ്യൂൾ വൈയിലാണ്. അപ്പൊ ബാക്കിയുള്ളത് എന്തൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞിരുന്ന ഓപ്ഷൻസ് ഏതായിരുന്നു? ജനറിക് ഡ്രഗ്സ് അല്ലെ? ഇപ്പൊ ജനറിക് ഡ്രഗ്സിന്റെ ഗൈഡ് ലൈൻസ് വരുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ജനറിക് ഡ്രഗ്സ്, ജനറിക് ഡ്രഗ്സ് ആയിട്ട് മാത്രം മാർക്കറ്റ് ചെയ്യേണ്ട ചില ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അത് വരുന്നത് ഏത് ഷെഡ്യൂളാ? ഇറ്റ് ഇസ് ഷെഡ്യൂൾ W അല്ലെ? ഷെഡ്യൂൾ W ആണ് ജനറിക് ഡ്രഗ്സിന്റെ കാര്യം മാത്രം പറയുന്നത്. ഷെഡ്യൂൾ W is a list of drugs which shall be marketed under generic name only. ജനറിക് നെയിം എന്താണോ അതിൽ മാത്രം മാർക്കറ്റ് ചെയ്യേണ്ട ഡ്രഗ്സ് വരുന്നത് ഷെഡ്യൂൾ W-ലാണ്. നമ്മുടെ ഷെഡ്യൂൾ Y, ഷെഡ്യൂൾ Yയിൽ എന്താ? റിക്വയർമെന്റ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ ക്ലിനിക്കൽ ട്രയൽ ഫോർ ഇമ്പോർട്ടന്റ് മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സ്. ക്ലിനിക്കൽ ട്രയൽസിനെ പറ്റി പറയുന്നത്, ക്ലിനിക്കൽ ട്രയൽസിന്റെ ഗൈഡ് ലൈൻസ് വരുന്നത് ഏതായിരുന്നു? ഷെഡ്യൂൾ Yയിലായിരുന്നു. ദെൻ ഷെഡ്യൂൾ M3-ലാണ് ആര് വരുന്നത്? Requirements deals with the requirements, premises, plan and equipment for manufacture of medical devices. Medical devices schedule M3. Confused ആവരുത്. M നമ്മുടെ GMP, good manufacturing practices. M3 ആണ് medical devices ന് വരുന്നത്. Then prescription drugs എല്ലാവർക്കും അറിയാം. Schedule H, list of drugs, വേരിയസ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡിസ്പെൻസ് ചെയ്യേണ്ടത് നമ്മുടെ ആന്റിബയോട്ടിക്സ് പോലുള്ള ഡ്രഗ് ആണ് ഷെഡ്യൂൾ H എന്ന് പറയുന്നത്. ഓർ ടു ബി സോൾഡ് ഇൻ റീറ്റെയിൽ ഓൺലി വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ക്ലിയർ ആയോ? അപ്പോ D&C ആക്ടിന്റെ സ്കെഡ്യൂൾസ് ഉറപ്പായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിനിക്കൽ ട്രയൽസിന് വരുന്ന ഷെഡ്യൂൾ ഏതെന്നായിരുന്നു? ആൻസർ ഇസ് ഓപ്ഷൻ സി, ക്ലിനിക്കൽ ട്രയൽസ്, ദാറ്റ് ഇസ് ഷെഡ്യൂൾ Y. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 12. Permanent contraceptive method. Which of the following is a permanent contraceptive method? അപ്പൊ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ? പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയാം. അതിൽ പെർമനന്റ് ഏതാണ്, ടെമ്പററി അല്ലാതെ പെർമനന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. ഓപ്ഷൻ എ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ഓർ IUDs, ഓപ്ഷൻ ബി ഡീപോട്ട് ഫോർമുലേഷൻസ്, ഓപ്ഷൻ സി നോൺ സ്കാൽപ്പൽ വാസക്ടമി, ഓപ്ഷൻ ഡി മെൻസ്ട്രുവൽ ഇൻഡക്ഷൻ. ഏതായിരുന്നു? പെർമനന്റ് മെത്തേഡ് ആയിട്ട് നമ്മൾ രണ്ടെണ്ണേ പറയുന്നുള്ളൂ, ട്യൂബക്ടമി ആൻഡ് വാസക്ടമി, മെയിലും ഫീമെയിലും വരുന്നത്.
അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, നോൺ സ്കാൽപ്പൽ വാസക്ടമി. ഇതാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ടെമ്പററി മെത്തേഡ്സും ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സും ഉണ്ട്. അപ്പൊ ടെമ്പററി മെത്തേഡ്സ് ഏതൊക്കെയാ? ബാരിയർ മെത്തേഡ്സ് ലൈക്ക് കോണ്ടംസ് യൂസ് ചെയ്യുക, നാച്ചുറൽ കോൺട്രാസെപ്ഷൻ ഉണ്ട്, ഈ IUDs കോപ്പർ ടി പോലുള്ള IUDs യൂസ് ചെയ്യുക, ആൻഡ് ഓൾസോ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്ഷൻസ്, ഡിപ്പോർഡ് ഫോർമുലേഷൻ ഉള്ള സ്റ്റിറോയിഡൽ ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ദെൻ പെർമനന്റ് മെത്തേഡ്സ് രണ്ടെണ്ണം, ഫീമെയിലും മെയിലും. മെയിൽ ആണെങ്കിൽ വാസക്ടമി, വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ ട്യൂബൽ ഒക്ലൂഷൻ ഓർ നമ്മുടെ ഫെലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പെർമനന്റ് മെത്തേഡ് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ? വാസക്ടമി ഉണ്ട്, ട്യൂബാക്ടമി ആണ്, രണ്ടെണ്ണമാണ് പെർമനന്റ് മെത്തേഡ്. നമ്മുടെ ഓപ്ഷൻസിൽ വരുന്നത് നോൺ സ്കാൽപ്പൽ വാസക്ടമി. സോ ഓപ്ഷൻ സി, നോൺ സ്കാൽപ്പൽ വാസക്ടമി ഇസ് എ പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13. An ultrafiltrate of plasma formed by the choroid plexuses. Choroid plexusil നിന്ന് ഉണ്ടാവുന്ന പ്ലാസ്മയുടെ ഒരു അൾട്രാഫിൽട്രേറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ cerebrospinal fluid, ഓപ്ഷൻ ബി amniotic fluid, ഓപ്ഷൻ സി interstitial fluid ആൻഡ് ഓപ്ഷൻ ബി serum. ഏതായിരുന്നു ആൻസർ? ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോറോയിഡ് പ്ലെക്സസിൽ നിന്ന് ഉണ്ടാവുന്ന അൾട്രാഫിൽട്രേറ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ കോറോയിഡ് പ്ലെക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള കാപ്പിലറീസിന്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ കോറോയിഡ് പ്ലെക്സസ് എന്ന് പറയുക. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാവുന്ന അൾട്രാഫിൽട്രേറ്റ് ഏതായിരിക്കും? cerebrospinal fluid. Option A is the correct answer. So the ultrafiltrate of plasma formed by the choroid plexus is known as cerebrospinal fluid. So what do you mean by choroid plexus? It is a network of capillaries located within the ventricles of brain, and it plays a crucial role in the production of CSF or cerebrospinal fluid. ഇപ്പൊ മനസ്സിലായല്ലോ, ബ്രെയിൻ വെൻട്രിക്കിൾസിലുള്ള നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസിനെയാണ് നമ്മൾ കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറയാ. അവരാണ് എന്തുണ്ടാക്കുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. പ്ലാസ്മയുടെ ഒരു അൾട്രാഫിൽട്രേറ്റ്, ബ്ലഡിൽ നിന്ന് ഉണ്ടാവുന്ന അൾട്രാഫിൽട്രേറ്റ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നമുക്കറിയാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താ? പ്രഗ്നന്റ് വുമണിൽ നമ്മുടെ യൂട്രസിനുള്ളിൽ വരുന്ന ഫ്ലൂയിഡ് ആണ്, ബേബി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ആമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴും ഇൻ ബിറ്റ്വീൻ സെൽസിനിടയിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് ആണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. സിറം എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡിന്റെ ലിക്വിഡ് കമ്പോണന്റിനെയാണ് സിറം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14. irritant drugs are not given by. irritant drugs ഏത് വഴി കൊടുക്കാൻ പാടില്ല? ഇൻട്രാമസ്കുലർലി, ടോപ്പിക്കലി, സബ്ക്യൂട്ടേനിയസ്ലി, ഇൻട്രാവീനസ്ലി. ഏതായിരിക്കും? ഇറിറ്റന്റ് ഡ്രഗ് ആണ്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രാവീനസ്ലിയിലോട്ടായിരിക്കും നോർമലി പോകുന്നത്. കാരണം സ്റ്റെറൈൽ ആയിട്ട് കൊടുക്കേണ്ടതാണ്, ബ്ലഡിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണെന്നുള്ളത്. പക്ഷെ ആൻസർ ഇസ് ഓപ്ഷൻ സി, സബ്ക്യൂട്ടേനിയസ്ലി. ഇൻട്രാവീനസ്ലി നമുക്ക് ഇറിറ്റന്റ് ഡ്രഗ്സ് കൊടുക്കാനായിട്ട് പറ്റും, പക്ഷെ കൺട്രോൾഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റാഷണലി നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇറിറ്റന്റ് ഡ്രഗ്സ് are substances that may cause irritation or damage to the tissue. Tissue ന് damage ഉണ്ടാക്കും. The reason of irritant drugs are typically not given subcutaneously under the skin is that the subcutaneous tissue is sensitive and injection of irritant substances can lead to pain, inflammation and tissue damage. അപ്പോൾ എന്താ പറഞ്ഞത്? സബ്ക്യൂട്ടേനിയസ്ലി ഇറിറ്റന്റ് ഡ്രഗ്സ് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം സബ്ക്യൂട്ടേനിയസ് വളരെ സെൻസിറ്റീവ് ആണ്, ആ ഒരു പാർട്ട് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇറിറ്റന്റ് സബ്സ്റ്റൻസസ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ, ഇൻഫ്ലമേഷൻ, ടിഷ്യൂ ഡാമേജ് ഒക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അനാഫിലാക്സിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ സബ്ക്യൂട്ടേനിയസ്ലി നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല ആര്? ഇറിറ്റന്റ് ഡ്രഗ്സിനെ. It is possible to administer the irritant drugs through intramuscular route. Intramuscularly കൊടുക്കാം, പക്ഷെ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഈ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. മിനിമൈസ് ദ റിസ്ക് ഓർ റിസ്ക് ഓഫ് ഇറിറ്റേഷൻ ഓഫ് adverse reaction. Intramuscular route is commonly used for the administration of various medication including some drugs that may be considered irritants. ചില ഡ്രഗ്സിന് നമ്മൾ intramuscularly കൊടുക്കാറുണ്ട്, intravenously കൊടുക്കാറുണ്ട്. It is the best way to deliver a precise dose quickly and a well controlled manner throughout the body. പ്രിസൈസ്ലി ഡോസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 100% ബയോഅവൈലബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതാ? ഇൻട്രാവീനസ്ലി അഡ്മിനിസ്റ്റർ ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇറിറ്റന്റ് സൊല്യൂഷൻസ് വിച്ച് വുഡ് കോസ് പെയിൻ ആൻഡ് ഡാമേജ് ടു ദി ടിഷ്യൂ ഇഫ് ഗിവൻ ബൈ സബ്ക്യൂട്ടേനിയസ് റൂട്ട്. അപ്പൊ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കുമ്പോൾ പെയിനും ഡാമേജ്, ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കുന്ന ഡ്രഗ് നമുക്ക് ഇൻട്രാവീനസ്ലി കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 15. Along with benzoic acid, Whitfield ointment contains what? 6% salicylic acid, 2% salicylic acid, 4% salicylic acid, 3% salicylic acid. അപ്പൊ എന്താണ് വിറ്റ്ഫീൽഡ് ഓയിൽമെന്റിന് ബെൻസോയിക് ആസിഡിന്റെ കൂടെ ഉള്ളത്? അപ്പൊ നമുക്ക് മനസ്സിലായി സാലിസിലിക് ആസിഡ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി. വാട്ട് ഇസ് ദ എക്സാക്ട് പെർസെന്റേജ്? ഏതായിരിക്കും?
It is option D, 3% salicylic acid. So Whitfield ointment which contain 3% salicylic acid and 3% benzoic acid. അപ്പൊ അത് ഓർക്കണം, ക്വസ്റ്റ്യനിൽ benzoic acid ഉണ്ടെന്ന് പറഞ്ഞു, എത്ര പെർസെന്റേജ് ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ വിറ്റ്ഫീൽഡ് ഓയിൽമെന്റിൽ 3% benzoic acid ഉം 3% salicylic acid ഉണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ ആന്റി ഫംഗൽ ഏജന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് inexpensive and effective in treating all dermatophyte infections apart from scalp, nail disease or hair oil. Okay, അപ്പോ ഒരു ചീപ്പ് ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആന്റി ഫംഗൽ ഏജന്റ് ആണ് നമ്മുടെ വിറ്റ്ഫീൽഡ് ഓയിൽമെന്റ് എന്ന് പറയുന്നത്. സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യും, സ്കാൽപ്പിലും നെയിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. So it is it contain Whitfield ointment contain 3% salicylic acid and 3% benzoic acid, and it is a cheap anti-fungal agent. It is a topical antifungal medication used to treat certain types of fungal skin infection, particularly those caused by dermatophytes. Dermatophytes ഉണ്ടാക്കുന്ന ചില skin infections, fungal infections treat ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Whitfield ointment യൂസ് ചെയ്യും. The formulation of Whitfield ointment may vary, but it is typically contain two main active ingredient, benzoic acid and salicylic acid, both of them 3% concentration. Okay, അപ്പൊ ഓർക്കുക, Whitfield ointment ആണ്, തിരിഞ്ഞു പോകരുത്. 2% 5% ഒന്നും ആവാനായിട്ട് പാടില്ല. Whitfield ointment ആണ് അല്ലെ. സോ 3 ഇങ്ങനെ നോക്കിയേ, Whitfield ointment ആണ്. സോ 3% benzoic acid ഉണ്ട്, 3% salicylic acid ഉണ്ട്. Okay, question number 16. Which among the following is stored in light resistant container? Light resistant container or നമ്മുടെ amber colored bottle സ്റ്റോർ ചെയ്യുന്നത് ഏത് ഡ്രഗ് ആണ്? ആൽബെൻഡസോൾ, അല്ലോപ്യൂരിനോൾ, അഡ്രിനാലിൻ ആൻഡ് അൽപ്രസോൾ. ഏതായിരിക്കും? നമുക്കറിയാം, ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും. ഓപ്ഷൻ സി, അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ആംബർ കളർഡ് ബോട്ടിലാണ് വരുന്നത്. സോ എന്തുകൊണ്ട് അഡ്രിനാലിൻ ഇസ് ടിപ്പിക്കലി സ്റ്റോർഡ് ഇൻ ലൈറ്റ് റെസിസ്റ്റന്റ് കണ്ടെയ്നർ ഓർ ആംബർ കളർഡ് ബോട്ടിൽ? നമുക്ക് പറയാം, adrenaline is typically stored in amber colored bottle. Amber colored containers or vials to protect it from degradation caused by exposure to the light. Light ആയിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ adrenaline എന്ത് ചെയ്യും? പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്തു പോകും. Light can induce chemical reactions in certain substances leading to changes in their composition and effectiveness. അപ്പോൾ ലൈറ്റ് ചില ഡ്രഗ്സിന്റെ കോമ്പോസിഷനും ഇഫക്റ്റീവ്നെസ്സിനെയും എഫക്ട് ചെയ്യും. Adrenaline, like many other medication, is susceptible to degradation when exposed to light, and this degradation can reduce its potency and effectiveness. അപ്പോൾ adrenaline ചില ഡ്രഗ്സിനെ പോലെ എന്ത് സംഭവിക്കും? ലൈറ്റിന് സസെപ്റ്റബിൾ ആണ്, അതായത് ലൈറ്റുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഡ്രഗ് ഡിഗ്രേഡ് ചെയ്ത് അതിന്റെ പൊട്ടൻസി പോകാനുള്ള ചാൻസസ് ഉണ്ട്. Okay, so answer is option C, adrenaline. ഇപ്പൊ ബാക്കിയുള്ള ഡ്രഗ്സ് എന്താ? ആൽബെൻഡസോൾ is typically recommended to be store medications in cool dry place away from direct sunlight. ഡയറക്റ്റ് സൺലൈറ്റ് എന്ന എല്ലാ ഡ്രഗും നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്നിരുന്നാലും കൂൾ ഡ്രൈ പ്ലേസിൽ നമുക്ക് ആൽബെൻഡസോൾ സ്റ്റോർ ചെയ്യാം. അല്ലോപ്യൂരിനോളും സെയിം ആണ്. ഇറ്റ് ഇസ് ജനറലി റെക്കമെൻഡഡ് ടു സ്റ്റോർ അല്ലോപ്യൂരിനോൾ ഇൻ കൂൾ ഡ്രൈ പ്ലേസ് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ലൈറ്റ്. ലൈറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം, ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രമേ വരുന്നുള്ളൂ. അഡ്രിനാലിനാണ് സ്പെസിഫിക്കലി ആംബർ കളർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത്. However, specific storage instructions may vary depending upon the manufacturer and formulation of allopurinol. അതായത് allopurinol ഓരോ മാനുഫാക്ചർ അനുസരിച്ച് സ്റ്റോറേജ് കണ്ടീഷൻ ഡിഫറെന്റ് ആണെങ്കിൽ അവർ അതിന്റെ ലേബിൾ സ്പെസിഫൈ ചെയ്തേക്കും. അൽപ്രാസോൾ, നമ്മുടെ അൽപ്രാക്സ് is generally advised to store medication in cool dry place and away from direct sunlight. Here also direct sunlight നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ലൈറ്റ് കൊണ്ടാൽ ഓക്കെ, ബട്ട് ഡയറക്ട്ലി സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഡിഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ അഡ്രിനാലിൻ, അതുകൊണ്ടാണ് അഡ്രിനാലിൻ ആംബർ കളർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 17. Which of the following is not an adverse effect of propranolol? Propranololന്റെ adverse effect അല്ലാത്തത് ഏതാണ്? propranolol ഏതാ? നമ്മുടെ ബീറ്റ ബ്ലോക്കർ ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് നോക്കി, ലാക്ടേസ് ആസിഡോസിസ്, ഡിപ്രഷൻ, ബ്രോങ്കോസ്പാസം, ഹൈപ്പോടെൻഷൻ. ഏതായിരിക്കും ആൻസർ? It is option A, lactic acidosis. Lactic acidosis is not an adverse effect of propranolol, which means depression, bronchospasm and hypotension are adverse effect of propranolol. Propranololന്റെ adverse effect ആണ് നമ്മുടെ ഡിപ്രഷനും ബ്രോങ്കോസ്പാസവും ഹൈപ്പോടെൻഷൻ എന്ന് പറയാം. അപ്പൊ ബാക്കിയുള്ള adverse effects നമ്മൾ കൊടുത്തിട്ടുണ്ട്. Fatigue and weakness. Propranolol may cause fatigue or feeling of weakness, especially when you first start taking it. പെട്ടെന്ന് ഫസ്റ്റ് കഴിക്കുന്ന പേഷ്യൻസിന് ഒരു തളർച്ചയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് പറയുന്നത് കോൾഡ് എക്സ്ട്രിമിറ്റീസ് ആണ്. റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദി എക്സ്ട്രിമിറ്റീസ് ക്യാൻ ലീഡ് ടു കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്.
എക്സ്ട്രിമിറ്റിയിലേക്ക്, നമ്മുടെ എക്സ്ട്രിമിറ്റീസിലേക്ക്, അതായത് കാലിന്റെയും കൈന്റെയും ഒക്കെ ആ ഒരു എഡ്ജസിലേക്ക് ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ട്, ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ട് അവിടെ കോൾഡ് ആവാൻ, തണുപ്പാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡിസിനെസ് ഓർ ലൈറ്റ് ഹെഡ്നെസ് ഇസ് അനദർ അഡ്വേഴ്സ് ഇഫക്ട്. ഇറ്റ് ക്യാൻ കോസ് ഡ്രോപ്പ് ഇൻ ബ്ലഡ് പ്രഷർ. നമുക്കറിയാം BP കുറയ്ക്കും. ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻ ആണ് നമ്മുടെ ബീറ്റ ബ്ലോക്കർ ആയിട്ടുള്ള പ്രൊപ്രാനോൾ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് പോസ്റ്റ്യൂറൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടാവും നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഡിസിനെസ് ആൻഡ് ലൈറ്റ് ഹെഡ്നെസ് എസ്പെഷ്യലി വിത്ത് സ്റ്റാൻഡിംഗ് അപ്പ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലർക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് ഉണ്ട്. അത് മിക്കവാറുള്ള എല്ലാ ഡ്രഗ്സും നമ്മൾ പറയാറുണ്ട്. പ്രൊപ്രാനോളും വരുന്നുണ്ട്. നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ ഉണ്ടാവും. ദെൻ ഇൻസോംനിയ, ഇറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് സ്ലീപ്പ് പാറ്റേൺസ് ഇൻ സം ഇൻഡിവിജ്വൽ. ചിലർക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടും. ഇൻ ബ്രാഡികാർഡിയ, സ്ലോ ഹാർട്ട് റേറ്റ്. നമുക്കറിയാം ബീറ്റ ബ്ലോക്കർ ആണ്. സോ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്, BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്രൊപ്രാനോൾ സ്ലോസ് ഡൗൺ ദി ഹാർട്ട് റേറ്റ് വിച്ച് ക്യാൻ ബി ബെനിഫിഷ്യൽ ഇൻ സർട്ടൺ മെഡിക്കൽ കണ്ടീഷൻസ് ബട്ട് മേ ലീഡ് ടു ബ്രാഡികാർഡിയ. അപ്പൊ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ഈ BP ഹാർട്ട് റേറ്റ് കുറയുക എന്നുള്ളത് ബെനിഫിഷ്യൽ ആണ്. ബട്ട് അങ്ങനെ അല്ലാത്തൊരു പേഷ്യന്റിന്റെ കേസിൽ ബ്രാഡികാർഡിയ അതൊരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരും. ദെൻ ബ്രോങ്കോസ്പാസം, ഇൻഡിവിജ്വൽസ് വിത്ത് ആസ്മ ഓർ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ, പ്രൊപ്രാനോൾ ലീഡ് ടു ബ്രോങ്കോസ്പാസം ആൻഡ് വോഴ്സൻ ദ റെസ്പിറേറ്ററി സിംപ്റ്റംസ്. നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ബ്രോങ്കോസ്പാസം ഉണ്ടാക്കുന്നത്, ബീറ്റ ബ്ലോക്കർ ആണ് പ്രൊപ്രാനോൾ എന്ന് പറയുന്നത്. ബീറ്റ റിസെപ്റ്റേഴ്സ് നമ്മുടെ ബ്രോങ്കയിൽ കാണുന്നുണ്ട്. നമുക്കറിയാം ബീറ്റ റിസെപ്റ്റേഴ്സ് ആർ ഇൻഹിബിറ്ററി ഇൻ നേച്ചർ. സോ ബ്രോങ്കോ ഡയലേഷൻ ആയിരുന്നു ബീറ്റ റിസെപ്റ്റേഴ്സ് വഴി ഉണ്ടാക്കുന്നത്. ബീറ്റ റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ ബ്രോങ്കോ സ്പാസം നടക്കും. COPD ഉള്ള പേഷ്യൻസിന് ബ്രോങ്കോ സ്പാസം നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് adverse effect is masking of hypoglycemic symptoms. It can mask some of the symptoms of hypoglycemia, low blood sugar, making it more difficult for individuals with the diabetes to recognize and treat the low blood sugar levels. അതായത് ഷുഗർ ഉള്ള പേഷ്യൻസിന്റെ ചില സിംറ്റംസ് നമ്മുടെ പ്രൊപ്രാനോൾ മാസ്ക് ചെയ്യും. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് ആ ഒരു സിംറ്റംസ് വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ദെൻ ഡിപ്രഷൻ, സം ഇൻഡിവിജ്വൽസ് മേ എക്സ്പീരിയൻസ് മൂഡ് ചേഞ്ചസ് ഇൻക്ലൂഡിംഗ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. ചിലർക്ക് ഡിപ്രഷൻ വരാറുണ്ട്, ചിലർക്ക് നൈറ്റ് മെയേഴ്സ്, ഉറക്കത്തിലെ സ്വപ്നം കാണാറുണ്ട് അല്ലെ. വിവിഡ് ഡ്രീംസ് ഓർ നൈറ്റ് മെയേഴ്സ് ഇൻ സം പീപ്പിൾസ് ഉണ്ടാവാറുണ്ട്. ദെൻ ഡിക്രീസ്ഡ് ലിബിഡോ, സം ഇൻഡിവിജ്വൽസ് മേ എക്സ്പീരിയൻസ് ഡിക്രീസ് ഇൻ ദ സെക്ഷൽ ഡിസയർ. ചിലർക്ക് സെക്ഷൽ ഡിസയർ കുറയും ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് പ്രൊപ്രാനോൾ. ക്ലിയർ ആയില്ലേ. ഇപ്പൊ പ്രൊപ്രാനോൾ ഇസ് എ ബീറ്റ ബ്ലോക്കർ നമുക്കറിയാം. അതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ലാക്ടിക് ആസിഡോസിസ് പ്രൊപ്രാനോളിന്റെ അഡ്വേഴ്സ് എഫക്ട് അല്ല എന്നും, ബാക്കിയുള്ളത് അതേതൊക്കെ ഉണ്ടായിരുന്നു, ഡിപ്രഷൻ, നമ്മുടെ ഡിപ്രഷൻ, ബ്രോങ്കോസ്പാസം, ഹൈപ്പോടെൻഷൻ. ഓഫ് കോഴ്സ് ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും അല്ലെ. അതുകൊണ്ടാണ് ഡിസിനെസ്സും ലൈറ്റ് ഹെഡ്നെസ്സും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ടർ സോളുബിൾ പോർഷൻ ഓഫ് ട്രഗഗാന്ത്. ട്രഗഗാന്ത് ഇസ് എ റെസിൻ. നമുക്കറിയാം അതിന്റെ വാട്ടർ സോളുബിൾ പോർഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബെസോറിൻ, ട്രഗഗാന്തിൻ, ആൽജിനേറ്റ്, എഗാരോപെറ്റ്. വാട്ട് ഇസ് ആൻസർ? ട്രഗഗാന്ത് ആണ്. സോ ട്രഗഗാന്തിനും ബെസോറിനും ഉണ്ടെന്ന് അറിയാം. എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ല, ഏതാണ് വാട്ടർ സോളുബിൾ പോർഷൻ? ട്രഗഗാന്തിനാണോ ബെസോറിനാണോ? Which is water soluble? It is option B, tragaganthin. Tragaganthin is water soluble, bezorin is water insoluble. ഓക്കെ, സോ ട്രഗഗാന്ത് എന്താണെന്ന് നമുക്കറിയാലോ. ഇറ്റ് ഇസ് എ റെസിൻ. നമ്മുടെ ടാബ്ലറ്റ് മാനുഫാക്ചറിംഗിലെ എക്സിപ്പിയന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആയിട്ടുള്ള ഒരു റെസിൻ ആണ് നമ്മുടെ ട്രഗഗാന്ത് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ടർ സോൾബിൾ ഫ്രാക്ഷൻ ഓൺ ആസ് ട്രഗഗാന്തിൻ, വാട്ടർ ഇൻസോൾബിൾ ഫ്രാക്ഷൻ ഓൺ ആസ് ബെസോറിൻ. വാട്ടർ സോളുബിൾ ട്രഗഗാന്തിൻ, വാട്ടർ ഇൻസോളുബിൾ ബെസോറിൻ. അത് തിരിഞ്ഞു പോരുത് കേട്ടോ. ദേ ഹാവ് മോളിക്കുലാർ വെയ്റ്റ്സ് ഓഫ് ദ ഓർഡർ 8,40,000. Both are insoluble in alcohol. അതില് tragaganthin is water soluble, bezorin is water insoluble, but water insoluble, and both are insoluble in alcohol. രണ്ടും ആൽക്കഹോളിൽ soluble അല്ല. Okay, clear ആയല്ലോ. That is about this question. Water soluble portion of tragaganthin is tragaganthin. Water insoluble portion is bezorin. Both of them, that is tragaganthin and bezorin, are insoluble in alcohol. Question 19. Which among the following do not have an active metabolite? Active metabolite ഇല്ലാത്തത് ഏതാണ്? ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ ഡ്രഗ്സ് നമ്മൾ കൊടുത്തു, ഇതിൽ കുറച്ചെണ്ണം ബോഡിയിലേക്ക് പോയി മെറ്റബോളൈസ് ചെയ്തു, ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഉണ്ടായി, ബാക്കിയുള്ളത് ആസിഡ് എലിമിനേറ്റ് ചെയ്തു നമുക്ക് ഓർക്കാം. അപ്പൊ ഏതാണ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഇല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മോർഫിൻ, നിയോസ്റ്റിഗ്മിൻ, ഡയസിബാം, ഡിജിറ്റോക്സിൻ.
അറിയാമോ? നമ്മൾ ജനറൽ ഫാർമക്കോളജി പഠിക്കുമ്പോൾ ഈ ഒരു പോർഷൻ പഠിക്കുന്നതാണ്. ആക്റ്റീവ് ഡ്രഗ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് മാറും, ഇൻആക്റ്റീവ് ഡ്രഗ് ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് മാറും. അതായിരുന്നു നമ്മുടെ പ്രോഡ്രഗ്. ഇവിടെ പ്രോഡ്രഗ് അല്ല ക്വസ്റ്റ്യൻ, ആക്റ്റീവ് ഡ്രഗ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് മാറും. ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഇല്ലാത്ത ഡ്രഗ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, നിയോസ്റ്റിക്മിൻ. നിയോസ്റ്റിക്മിൻ ആസ് സച്ച് എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോർഫിനും ഡൈസിബാമും ഡിജിറ്റോക്സിനും എന്താ സംഭവിക്കുന്നത്? മോർഫിൻ എന്തായിട്ട് മാറും? മോർഫിൻ അണ്ടർഗോ മെറ്റബോളിസം ടു ഫോം ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഇൻക്ലൂഡിംഗ് മോർഫിൻ 6-ഗ്ലൂക്കറോണൈഡ്. മോർഫിൻ 6-ഗ്ലൂക്കറോണൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മോർഫിനും ആക്ഷൻ വരുന്നുണ്ട്, മോർഫിൻ 6-ഗ്ലൂക്കറോണൈഡിനും ബോഡിയിൽ ആക്ഷൻ വരുന്നുണ്ട്. The neostigmine is primarily eliminated unchanged in the urine and does not undergo significant hepatic metabolism to form active metabolite. അപ്പൊ നിയോസ്റ്റിഗ്മിൻ ആസ് സച്ച് എലിമിനേറ്റ് ചെയ്തു തന്നെ പോവുകയാണ് ചെയ്യുന്നത്. Then next ഏതാ വരുന്നത്? Diazepam is metabolized in the liver to its active metabolites including desmethyl diazepam, temazepam and oxazepam. These metabolites contribute to the pharmacological effects of diazepam. അപ്പോൾ diazepam എന്തായിട്ട് മാറും? 3 metabolites വരുന്നുണ്ട്, desmethyl diazepam, temazepam and oxazepam. Then digitoxin is a cardiac glycoside and it is converted to digoxin. Digitoxin എന്ന് പറയുന്നത് നമ്മുടെ cardiac glycoside ആണ്, digoxin ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് കിട്ടും. So among the options, neostigmine option B is one that does not have an active metabolite. അപ്പം നിയോസ്റ്റിഗ്മിൻ എന്ത് വരുന്നില്ല? ആക്റ്റീവ് മെറ്റബോളൈറ്റ് വരുന്നില്ല. സോ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഇല്ലാത്ത ഏതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ആൻസർ ഇസ് ഓപ്ഷൻ സി ഓർ ഓപ്ഷൻ ബി, നിയോസ്റ്റിഗ്മിൻ. ക്ലിയർ ആയില്ല? അപ്പൊ ബാക്കിയുള്ള എന്തൊക്കെയായിരുന്നു? മോർഫിനും ഡൈസിബാമിനും ഡിജിറ്റോക്സിനും ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. മോർഫിൻ എന്തിനാ യൂസ് ചെയ്യുന്ന? ഒരു പെയിൻ കില്ലർ ആണ് അല്ലെ, ഓപ്പിയോയിഡ് അനാൽജസിക് ആണ്. ഡൈസിബാം നമുക്കറിയാം ഒരുപാട് യൂസ് ഉണ്ട്, ആന്റി കൺവൾസന്റ് ആണ്, ആന്റി സൈക്കോട്ടിക് ആണ് നമുക്കറിയാം. ഡിജിറ്റോക്സിൻ എന്ന് പറയുന്നത് കാർഡിയക് ഗ്ലൈക്കോസൈഡ് ആണ്. നിയോസ്റ്റിഗ്മിൻ എന്തായിരുന്നു യൂസ്? നിയോസ്റ്റിഗ്മിൻ ആന്റി കോളിൻ എസ്ട്രൈസ് ആണ് അല്ലെ. നമ്മുടെ മൈസീനിയ ഗ്രേവിസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നിയോസ്റ്റിഗ്മിൻ കൊടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20. In filtration anesthesia, to prolong the duration of action of procaine is mixed with the glycine, procainamide, cocaine and adrenaline. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഫിൽട്രേഷൻ അനസ്തീഷ്യയിൽ അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ, ലോക്കൽ അനസ്തെറ്റിക്സ് ആയിട്ടുള്ള പ്രൊക്കെയിൻ കൊടുക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്? ഗ്ലൈസിൻ, പ്രൊക്കൈനമൈഡ്, കൊക്കൈൻ ആൻഡ് അഡ്രിനാലിൻ. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അഡ്രിനാലിൻ അല്ലെ. അഡ്രിനാലിനും പ്രൊക്കൈനും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനാ അഡ്രിനാലിൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്? അതാണ് നമ്മുടെ റാഷനിലേക്ക് വരുന്നത്. ഇൻഫിൽട്രേഷൻ അനസ്തേഷ്യ ഇൻവോൾവ് ഇൻജെക്ഷൻ ഓഫ് എ ലോക്കൽ അനസ്തെറ്റിക് സൊല്യൂഷൻ ഡയറക്ട്ലി ഇൻ ടു ദ ടിഷ്യൂ ടു ബ്ലോക്ക് ദ സെൻസേഷൻ ഇൻ ദ സ്പെസിഫിക് ഏരിയ. അപ്പൊ എന്താ ചെയ്യുന്നത്? ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അനസ്തെറ്റിക് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഫിൽട്രേഷൻ അനസ്തേഷ്യയിൽ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ ആക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാസോ കൺസ്ട്രക്ടർ ആയിട്ടുള്ള ആര് കൊടുക്കും? അഡ്രിനാലിൻ കൊടുക്കും. അപ്പൊ അഡ്രിനാലിന്റെ ഒരു വാസോ കൺസ്ട്രക്ടർ ആണ് നമുക്കറിയാം. ആൽഫ റിസെപ്റ്റേഴ്സ് ഉണ്ട് ബ്ലഡ് വെസൽസിൽ, അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൽഫ റിസെപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ബൈൻഡ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എക്സൈറ്റേറ്ററി ആക്ഷൻ അഡ്രിനാലിൻ കാണിക്കുന്നുണ്ട്. കോമൺലി അഡ്രിനാലിൻ ഓൾസോ നോൺ ആസ് എപ്പിനെഫ്രിൻ. ദ വാസോ കൺസ്ട്രക്ടർ സെർവ്സ് ടു കൺസ്ട്രക്ട് ദ ബ്ലഡ് വെസൽസ് അറ്റ് ദ ഇൻജെക്ഷൻ സൈറ്റ്, റെഡ്യൂസിങ് ദ ബ്ലഡ് ഫ്ലോ. അപ്പം ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റഡ് ആവുമ്പോൾ എന്ത് പറ്റും? ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ ഏരിയയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ദിസ് ഇൻ ടേൺ ഡിക്രീസസ് ദ സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഓഫ് ദ ലോക്കൽ അനസ്തെറ്റിക്, ലീഡിംഗ് ടു മോർ prolonged and localized effect. Therefore the correct answer is ഓപ്ഷൻ ഡി, അഡ്രിനാലിൻ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഒരു ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടുള്ള പ്രൊക്കെയിൻ കൊടുത്തു, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇഞ്ചെക്ട് ചെയ്തു, അതിന്റെ കൂടെ നമ്മൾ അഡ്രിനാലിനും കൂടി കൊടുത്തു. അപ്പൊ അഡ്രിനാലിൻ എന്ത് ചെയ്തു? അവിടെയുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ബ്ലോക്ക് ചെയ്തു. അതിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്നു അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയും. നമുക്ക് ലോക്കൽ എഫക്റ്റ് ആണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കുന്നത്. അപ്പൊ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ, ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണല്ലോ ഡ്രഗ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് മെറ്റബോളൈസ് ചെയ്തങ്ങ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറഞ്ഞു പോകും. സോ ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴേക്കും ഡ്രഗ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് കുറയും, ലോക്കലൈസ്ഡ് എഫക്റ്റ് പ്രൊലോങ് ചെയ്യും. ദയർബൈ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. ആര് വഴി? അഡ്രിനാലിനും പ്രൊക്കെയിനും വഴി മിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ നമ്മള് പ്രൊക്കെയിൻ ഇസ് ഓൾവേസ് മിക്സ്ഡ് വിത്ത് അഡ്രിനാലിൻ ടു പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ. ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്രിനാലിൻ പ്രൊക്കെയിനുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. Question 21. According to NDPS Act, Narcotic Drugs and Psychotropic Substances Act 1985, cultivating coca plant or gathering any portion of coca plant is termed as production, illicit traffic, preparation, manufacturing.
ഇപ്പൊ ക്വസ്റ്റൻ എന്താണ്? NDPS ആക്ട് പ്രകാരം കൊക്ക പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഓർ കൊക്ക പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ ഗ്യാദർ ചെയ്യുന്നു, അതിന് എന്ത് ടേം ആണ് വിളിക്കുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ടേം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ജൂറിസ്പ്രുഡൻസിൽ, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൽ ഒരു ആക്ട് പഠിക്കുമ്പോൾ ആദ്യം കുറെ ഡെഫിനിഷൻസ് പഠിക്കും അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ കൾട്ടിവേഷൻ ഓഫ് കൊക്ക പ്ലാന്റ് ആണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങടേക്ക് പോകും? ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ. അതാണോ ആൻസർ? പ്രൊഡക്ഷനും അല്ല, പ്രിപ്പറേഷനും അല്ല. കൾട്ടിവേഷൻ ഓഫ് കൊക്ക പ്ലാന്റ് ഓർ ഗാദറിംഗ് ഓഫ് എനി പോർഷൻ ഓഫ് കൊക്ക പ്ലാന്റ് ഇസ് ടേംഡ് ആസ് ഓപ്ഷൻ ബി ഇല്ലിസിറ്റ് ട്രാഫിക്. ഇതാണ് ആ ഡെഫിനിഷൻ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ അക്കോർഡിംഗ് ടു NDPS Act 1985, cultivating coca plant or gathering any portion of coca plant is termed as illicit traffic. In relation to narcotic drugs and psychotropic substances, illicit act എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നെങ്കിൽ cultivating any coca plant or gathering any portion of coca plant or cultivating the opium poppy or cannabis plant. കൊക്ക മാത്രമല്ല, opium poppy or cannabis നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താലും അത് illicit traffic ആണ്. or engaging in the production, manufacture, possession, sale, purchase, transportation, warehousing, concealment, use or consumption, import, interstate export, interstate import into India, export from India, transshipment of narcotic drugs or psychotropic substances എല്ലാം നമ്മൾ illicit ട്രാഫിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ illicit ട്രാഫിക് എന്താണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൾട്ടിവേറ്റിംഗ് കൊക്ക പ്ലാന്റ് NDPS ആക്ട് പ്രകാരം ടേം ചെയ്തേക്കുന്നത്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി illicit ട്രാഫിക്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 22. Macrocytic anemia developed due to the deficiency of intrinsic factor is known as. മാക്രോസൈറ്റിക് അനീമിയ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇൻട്രിൻസിക് ഫാക്ടറിന്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ടാണ്. ഇൻട്രിൻസിക് ഫാക്ടറിന്റെ എമൗണ്ട് കുറഞ്ഞു. ആക്ച്വലി ഇറ്റ് ഇസ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 ഇൻട്രിൻസിക് ഫാക്ടറിന്റെ എമൗണ്ട് കുറഞ്ഞു. അത് കാരണം ഉണ്ടാവുന്ന അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ പെർനീഷ്യസ് അനീമിയ, ഓപ്ഷൻ ബി മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ സി ഹൈപ്പോക്രോമിക് അനീമിയ, ഓപ്ഷൻ ഡി സിഡറോബ്ലാസ്റ്റിക് അനീമിയ. ഏതാണെന്നറിയോ? ആൻസർ ഇസ് ഓപ്ഷൻ എ പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ ആണ് നമ്മുടെ വൈറ്റമിൻ B12 എമൗണ്ട് കുറയുന്നത് കാരണം ഉണ്ടാവുന്ന മാക്രോസൈറ്റിക് അനീമിയ. നമുക്ക് റാഷണൽ നോക്കാം. Pernicious anemia is relatively a rare autoimmune disorder. It is an autoimmune disorder. Okay, that causes diminishment in the dietary vitamin B12 absorption, resulting in B12 deficiency, subsequent megaloblastic anemia ഉണ്ടാവും. ഇപ്പൊ എന്താ പറഞ്ഞത്? വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കുറയും, അതുവഴി അനീമിക് ആവും, എസ്പെഷ്യലി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും. ആ ഒരു കണ്ടീഷനെ, ആ ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറിനെയാണ് നമ്മൾ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. is a form of anemia characterized by very large blood cells, very large red blood cells and a decrease in the number of those cells. അനീമിയ ആണ്. സോ RBCന്റെ എമൗണ്ട് കുറയും, പക്ഷെ ഉള്ള RBCസിന്റെ വളരെ ലാർജ് ആയിരിക്കും, മാക്രോസൈറ്റിക് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ദെൻ അത് ഉണ്ടാവുന്ന പെർനീഷ്യസ് അനീമിയ കാരണമാണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി ഇസ് ഹൈപ്പോക്രോമിക് അനീമിയ. ആസ് എ നെയിം സജസ്റ്റ്, it's a type of anemia in which the circulating RBCs are smaller than the usual size of RBC. അപ്പൊ RBCസിന്റെ സൈസ് സ്മോളർ ആയിരിക്കും, ഹൈപ്പോ ആയിരിക്കും അല്ലെ. ഹൈപ്പോ മീൻസ് എപ്പോഴും കുറവ് എന്നുള്ളതാണല്ലോ. അപ്പം എന്താ പറഞ്ഞത്? സർക്കുലേറ്റിംഗ് RBCസിന്റെ സൈസ് കുറവായിരിക്കും ആൻഡ് ഓൾസോ കളറും കുറവായിരിക്കും. ഹൈപ്പോക്രോമിക് മീൻസ് കളർ റിലേറ്റഡ് ആണ് കേട്ടോ. സോ ഹൈപ്പോക്രോമിക് അനീമിയ as the name suggests is a type of anemia which in which circulating RBCs are smaller than the usual size of RBC. That is called microcytic. Size കുറവ് microcytic and have a decreased red color, that is hypochromic. Then sideroblastic anemia, it is a type of anemia that results from abnormal utilization of iron during erythropoiesis. ഇപ്പൊ erythropoiesis നടക്കും, RBCs ഉണ്ടാവുമ്പോൾ ഒരുപാട് അയൺ യൂസ് ചെയ്യുന്നു, അത് കാരണം ഉണ്ടാവുന്ന അയൺ ഡെഫിഷ്യൻസി ആണ് സിഡറോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ വൈറ്റമിൻ B12 റിലേറ്റഡ് ആയിരുന്നു, ഓർ ഇൻട്രിൻസിക് ഫാക്ടർ എമൗണ്ട് കുറയുന്നത് കാരണം ഉണ്ടാവുന്ന മാക്രോസൈറ്റിക് അനീമിയ ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ പെർനീഷ്യസ് അനീമിയ. അപ്പൊ ബാക്കിയുള്ള അനീമിയാസ് നമ്മൾ പഠിച്ചല്ലോ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ലിഗേറ്റ് ലാർജ് ബ്ലഡ് വെസൽസ്? ലാർജ് ബ്ലഡ് വെസൽസിനെ ലിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ അന്യൂറിസം ക്ലിപ്പ്, ഓപ്ഷൻ ബി ഫോലീസ് കത്തീറ്റർ, ഓപ്ഷൻ സി സ്പ്ലിന്റ്, ഓപ്ഷൻ ഡി അംബിലിക്കൽ ടേപ്പ്. ഏതാണ് ആൻസർ?
എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ aneurysm clip is a correct answer. So what do you mean by aneurysm clips? It is used commonly to ligate large blood vessels during surgical procedure. Surgical procedure in the time large blood vessels ne ligate cheyan vendi nammal use cheyyunnathaanu aneurysm clips ennu parayunnathu. Then the second option is Foley's catheter. Or catheter aanu namukku manasilayi. It is a common type of indwelling catheter. It has soft plastic rubber tube that is inserted into the bladder to drain the urine. Nammade urinary bladder nullilekku insert the urine drain off cheyan vendite use ചെയ്യുന്ന catheter ആണ് Foley's catheter എന്ന് പറയുന്നത്. Then splint നമുക്കറിയാലോ, it is a rigid support made from metal, plaster or plastic. നമ്മൾ കൈയും കാലും ഒക്കെ ഒടിവ് സംഭവിക്കുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്ററോ എന്തെങ്കിലും ഇടും, അതിനെ നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. It is used to protect, support or immobilize an injured or inflamed part of the body. നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഇഞ്ചുറി സംഭവിക്കുമ്പോഴേക്കും അതിനെ ഇമ്മൊബിലൈസ് ചെയ്യണം, അതിന്റെ മൂവ്മെന്റ് കുറയ്ക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇസ് അംബിലിക്കൽ ടേപ്പ്. Is a soft narrow tape that is often used in medical procedure but it is not typically used to ligating large blood vessels. It is also എന്താണ് ഒരു ടേപ്പ് ആണ്, എസ്പെഷ്യലി അംബിലിക്കൽ കോഡ് ഒക്കെ കട്ട് ചെയ്യുന്നവരെ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ലാർജ് ബ്ലഡ് വെസൽസിനെ ലിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ല. ദാറ്റ് വാസ് അവർ ക്വസ്റ്റ്യൻ. ലാർജ് ബ്ലഡ് വെസൽസിനെ ലിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതെന്നായിരുന്നു? ആൻസർ ഇസ് ഓപ്ഷൻ എ, aneurysm. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 24. Theophylline is a non-competitive inhibitor of which enzyme? Phosphodiesterase, peroxidase, aldehyde dehydrogenase, carbonic anhydrase. ഏതായിരിക്കും? തിയോഫിലിൻ. തിയോഫിലിൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ആന്റി ആസ്മാറ്റിക് മെഡിക്കേഷൻ ആണ് അല്ലെ? നമ്മൾ തിയോഫിലിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഏത് എൻസൈമിന്റെ ഇൻഹിബിറ്റർ ആണ്? എസ്പെഷ്യലി നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫോസ്ഫോഡയസ്ട്രേറ്റ്സ്. അപ്പൊ ഫോസ്ഫോഡയസ്ട്രേറ്റ്സിന്റെ ഒരു നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് നമ്മുടെ തിയോഫിലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ കോമ്പറ്റേറ്റീവ് അല്ല കേട്ടോ, നോൺ കോമ്പറ്റേറ്റീവ് ആണ്. കോമ്പറ്റേറ്റീവ് നോൺ സിലക്റ്റിക് ഫോസ്ഫോഡയസ്ട്രേസ് ഇൻഹിബിറ്റർ. അതായത് ബോത്ത് ഫോസ്ഫോഡയസ്ട്രേസ് എൻസൈം ഒന്നിലധികം ഉണ്ട്, അതിൽ ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് നമ്മുടെ തിയോഫിലിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? വിച്ച് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാസെല്ലുലാർ സൈക്ലിക് AMP. സൈക്ലിക് AMPന്റെ എമൗണ്ട് കൂടും, പ്രോട്ടീൻ കൈനേസ് ആക്ടിവേറ്റഡ് ആവും, TNF ആൽഫ ഇൻഹിബിറ്റഡ് ആവും ആൻഡ് ല്യൂക്കോട്രൈൻ സിന്തസിസ് കുറയും. അതുവഴി ല്യൂക്കോട്രൈൻ സിന്തസിസ് കുറയും. അപ്പൊ ല്യൂക്കോട്രൈൻ സിന്തസിസ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ല്യൂക്കോട്രൈൻ എന്ന് പറയുന്നത് എന്താ ഒരു ഇൻഫ്ലമേഷൻ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. സോ ല്യൂക്കോട്രൈന്റെ സിന്തസിസ് കുറയുമ്പോഴേക്കും ഇൻഫ്ലമേഷൻ കുറയും, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യും. നമ്മുടെ മീഡിയേറ്റേഴ്സ്, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യത്തില്ല, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് തിയോഫിലിൻ. ഇറ്റ് ഇസ് എ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ഫോസ്ഫോഡയസ്ട്രേസ് എൻസൈം. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 25. Intracellular enzyme, which is a combination of heme and protein and act as a catalyst in biological oxidation, termed as. Or intracellular enzyme, സെല്ലിനുള്ളിലുള്ള എൻസൈം ആണ് നമുക്ക് മനസ്സിലായി. ബയോളജിക്കൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഹീമോഗ്ലോബിൻ, സൈറ്റോക്രോം, ക്രിയാറ്റിനിൻ കൈനസ്, ട്രാൻസ്ഫർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. Cytochromes is an intracellular enzyme which is a combination of heme and protein and act as a catalyst in the biological oxidation. Oxidation process il catalyst ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരൊക്കെയുണ്ട്? ഹീമും പ്രോട്ടീനും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാസെല്ലുലാർ എൻസൈം ആണ് നമ്മുടെ സൈറ്റോക്രോം എന്ന് പറയുന്നത്. ദ ഇൻട്രാസെല്ലുലാർ എൻസൈം ദാറ്റ് ഇസ് ഇൻ കോമ്പിനേഷൻ ഓഫ് ഹീം ആൻഡ് പ്രോട്ടീൻ ആൻഡ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ബയോളജിക്കൽ ഓക്സിഡേഷൻ is termed as option B, cytochrome. Are a group of heme containing protein involved in electron transport and redox reactions within the cell. Also നമ്മുടെ metabolic reactions ഉണ്ടല്ലോ, phase 1 reaction, oxidation reduction, അവിടെയും cytochrome enzyme, cytochrome P450 നമുക്കറിയാം കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. They play a crucial role in various biological processes including cellular respiration and oxidative phosphorylation. Here ആയില്ലേ? So that is about cytochrome enzyme. Cytochrome enzyme നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സിഡേഷന്റെ കാറ്റലിസ്റ്റ് ആണ്. ഓർക്കേണ്ട കാര്യം ഹീമിന്റെയും പ്രോട്ടീന്റെയും ഒരു കമ്പൈൻഡ് ഫോം ആണ് നമ്മുടെ സൈറ്റോക്രോം എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26. അമിനോഫിലിൻ. നേരത്തെ തിയോഫിലിൻ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഇവിടെ അമിനോഫിലിൻ is a stable mixture of theophylline with which of the following drug? അപ്പോ അമിനോഫിലിൻ is a mixture of തിയോഫിലിൻ വിത്ത് സംതിങ്. ആ ഒരു സംതിങ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അമിനോ കാപ്രോയിക് ആസിഡ്, അമിലോറൈഡ്, ഈഥൈൽ ഒലിയേറ്റ്, എത്തിലിൻ ഡയമീൻ. അപ്പൊ എന്താണ് തിയോഫിലിൻ വിത്ത്
one of these option will produce aminophylline. ഏതാണെന്നറിയോ? The answer is option D, ethylene diamine. ഓക്കെ, അതായത് തിയോഫിലിൻ പ്ലസ് എത്തിലിൻ ഡയമീൻ ആണ് നമ്മുടെ അമിനോഫിലിൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ ആൻ ആന്റി ആസ്മാറ്റിക് മെഡിക്കേഷൻ. അമിനോഫിലിൻ ദാറ്റ് ഇസ് തിയോഫിലിൻ പ്ലസ് എത്തിലിൻ ഡയമീൻ. 85% തിയോഫിലിൻ ആണ് വരുന്നത്, ബാക്കി എത്തിലിൻ ഡയമീൻ വരുന്നുണ്ട്. ഇറ്റ് ഇസ് എ വാട്ടർ സോളബിൾ കോമ്പൗണ്ട് ആണ്. അതിന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഇൻട്രാമസ്കുലർലി ഓർ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി ഇറിറ്റേറ്റിംഗ്. ദെൻ 250 to 500 mg ഓറൽ ഡോസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, ഓർ ടാബ്ലറ്റ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്, ഓർ സ്ലോ IV ഇഞ്ചക്ഷൻ ആയിട്ടും. ചിൽഡ്രൻ ആണെങ്കിൽ 7.5 mg/kg IV ആണ് ഡോസ് വരുന്നത്. അമിനോഫിലിൻ 100 mg ടാ 250 mg/10 ml ഇഞ്ചക്ഷൻ ആ ഒരു ഫോമിൽ നമുക്ക് ആ ഒരു ബ്രാൻഡ് നെയിമിൽ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ക്ലിയർ ആയോ? അമിനോഫിലിൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് തിയോഫിലിൻ വിത്ത് എത്തിലിൻ ഡയമീൻ. 85% നമ്മുടെ തിയോഫിലിനും റിമൈനിങ് പോർഷൻ എത്തിലിൻ ഡയമീനും ആണ് വരുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 27. The pharmacokinetic parameter that describes the efficiency of elimination of drug from the body. അപ്പോൾ ബോഡിയിൽ നിന്നും ഡ്രഗ് എലിമിനേറ്റ് ചെയ്ത് പോകും. നമുക്കറിയാം, നമ്മളൊരു ഡ്രഗ് കഴിച്ചതിന് ശേഷം അതിന്റെ ആക്ടിവിറ്റിക്ക് ശേഷം ഡ്രഗ് മെറ്റബോളൈസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ ആ ഒരു എലിമിനേഷൻ പാരാമീറ്റർ ഏതാണ്? എലിമിനേഷൻ പാരാമീറ്റർ ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത ടേം ഏതാണ്? ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ എലിമിനേഷൻ എഫിഷ്യൻസി ഓഫ് എലിമിനേഷൻ. എത്രത്തോളമാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാഫ് ലൈഫ്, ബി ക്ലിയറൻസ്, സി എക്സ്ക്രീഷൻ, ഡി മെറ്റബോളിസം. ഏതാ? പെട്ടെന്ന് പറഞ്ഞേ. നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് ഏതായിരിക്കും? മെറ്റബോളിസം, എക്സ്ക്രീഷൻ, ക്ലിയറൻസ്. ഹാഫ് ലൈഫ് നമുക്കറിയാം 50% ആവാൻ വേണ്ടിയിട്ടുള്ള, ഡ്രഗ് എലിമിനേറ്റ് ചെയ്ത് പോയി 50% ഫ്രം ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 50% ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം ആണ് ഹാഫ് ലൈഫ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ക്ലിയറൻസും എക്സ്ക്രീഷൻ മെറ്റബോളിസം ആണ് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്നത്. കൺഫ്യൂസ്ഡ് ആവണ്ട. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ക്ലിയറൻസ്. Okay, the pharmacokinetic parameter describe the efficiency of elimination is clearance. അപ്പൊ എന്താണ് ബാക്കിയുള്ള ആൻസേഴ്സ്? ഹാഫ് ലൈഫ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്. It is a time taken for the amount of drugs active substance in your body to reduce by half. അതായത് നമ്മൾ 500 mg കൊടുത്തു, 250 mg ആയി. ആ 250 mg ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഹാഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. It is a time taken for the drug to become 50% from the initial concentration. Then clearance, that is our answer, is a theoretical volume of plasma from which the drug is completely removed in unit time. യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ, യൂണിറ്റ് ടൈമിൽ നമ്മുടെ പ്ലാസ്മയിൽ നിന്നും കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആയ ഡ്രഗിന്റെ എമൗണ്ട് എത്ര എന്നുള്ളതാണ് ക്ലിയറൻസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഡ്രഗിന്റെ എഫിഷ്യൻസി അല്ലെ. ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ എത്രയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് ഓർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്, അത് നോക്കിയാൽ മാത്രമേ എത്രത്തോളം ഡ്രഗ് എഫിഷ്യന്റ് ആണ്, എത്ര ടൈമിൽ ഇത് ഫുള്ളി പോകും നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? സോ ഡ്രഗ് എഫിഷ്യൻസി എലിമിനേഷനെയും റിലേറ്റ് ചെയ്യുന്ന ടേം ആണ് നമ്മുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ക്ലിയറൻസ്? ഇറ്റ് ഇസ് എ തിയറിറ്റിക്കൽ വോളിയം ഓഫ് പ്ലാസ്മ ഫ്രം വിച്ച് ദ ഡ്രഗ് ഇസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ഇൻ യൂണിറ്റ് ടൈം. Okay, option C is excretion, is a passage out of systematically absorbed drug. Simply systemically absorb ചെയ്ത ഡ്രഗ് പുറത്തേക്ക് പോകുന്ന പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. മെറ്റബോളിസം ഓർ ബയോട്രാൻസ്ഫോർമേഷൻ മീൻസ് മെറ്റബോളൈസ് ചെയ്യുന്നു അല്ലെ, കെമിക്കൽ ഓൾട്ടറേഷൻ ഓഫ് ദ ഡ്രഗ് ഇൻ ദ ബോഡി. ബോഡിയിൽ ഡ്രഗ് കെമിക്കലി ഓൾട്ടർ ചെയ്യുന്നു, ഒന്നെങ്കിൽ അത് ആക്റ്റീവ് ഫോം ഓഫ് ഡ്രഗ് ഇനാക്റ്റീവ് ഫോം ആയിട്ട് മാറും, ഓർ ഇനാക്റ്റീവ് ഫോം ആക്റ്റീവ് ആയിട്ട് മാറും, ഓർ ആക്റ്റീവ് ഫോം അനദർ ആക്റ്റീവ് ഫോം ആയിട്ട് മാറും. Okay, question 27 clear അല്ലേ എല്ലാവർക്കും? So pharmacokinetic parameter that describe the efficiency of elimination of drug from the body is called the clearance. So clearance എന്താണെന്ന് മനസ്സിലായി, ഡെഫിനിഷനും നമ്മൾ നോക്കി, ബാക്കിയുള്ള 4 ടേംസും നമ്മൾ പഠിച്ചു. Question number 28. Drug containing saponin glycoside as a major constant. Appo again one more question from pharmacognosy. Saponin glycosides ഉള്ള കോമ്പൗണ്ട് ഏതാണ്? Cascara, Ginkgo, Brahmi and Quassia. ഏതായിരിക്കും? ഇപ്പൊ ഗ്ലൈക്കോസൈഡ്സ് മാത്രം പഠിച്ചിട്ട് പോരുത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്, എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കസ്കാര, ജിങ്കോ, ബ്രഹ്മി ആൻഡ് ക്വാസിയ. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ബ്രഹ്മി. ബ്രഹ്മിയിലാണ് നമ്മുടെ സെപ്പോണിൻ ഗ്ലൈക്കോസൈഡ് ഉള്ളത്. അപ്പൊ കസ്കാരയിലൊക്കെ എന്താ ഉള്ളത്? കസ്കാര കണ്ടെയ്ൻ ആന്ത്രക്കിനോൺ ഗ്ലൈക്കോസൈഡ്, ജിങ്കോയിലാണെങ്കിൽ ഫ്ലെവനോൾ ഗ്ലൈക്കോസൈഡ്, ബ്രഹ്മിയിലാണ് നമ്മുടെ സെപ്പോണിൻ ഗ്ലൈക്കോസൈഡ് ആൻഡ് ക്വാഷിയ കണ്ടെയ്ൻ ബിറ്റർ ഗ്ലൈക്കോസൈഡ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഓർക്കണം, ബ്രഹ്മി കണ്ടെയ്ൻ സപ്പോണിൻ ഗ്ലൈക്കോസൈഡ്. അപ്പൊ ബാക്കിയുള്ള കസ്കാര എന്തായിരുന്നു? ആന്ത്രക്കിനോൺ ഗ്ലൈക്കോസൈഡ്, ജിങ്കോ ഫ്ലേവനോൾ ഗ്ലൈക്കോസൈഡ്, ക്വാഷിയ ബിറ്റർ ഗ്ലൈക്കോസൈഡ്. ക്ലിയർ ആയോ? ഇനി സപ്പോണിൻ ഗ്ലൈക്കോസൈഡ് ഉള്ള വേറെ ഏതൊക്കെ ഡ്രഗ്സ് ഉണ്ട്?
Drugs with the saponin glycosides are Diascorea, ginseng, licorice, shatavari. ഇതെല്ലാം saponin glycoside ഉള്ള ബാക്കിയുള്ള ഡ്രഗ്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രഹ്മി ആയിരുന്നു. അതിന്റെ സോഴ്സ് എന്തായിരുന്നു? ഇറ്റ് ഇസ് ലീവ്സ് ആൻഡ് സ്റ്റെം ഓഫ് Bacopa monnieri or Herpestis monnieri of family Scrophulariaceae. Clear ആയോ? അപ്പൊ ബ്രഹ്മിയുടെ സോഴ്സ് നമ്മൾ പഠിച്ചു. കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാ? ബാക്കോസൈഡ് A and B. On hydrolysis they will yield triterpenoid, eglycon, bacogenin A and B. അപ്പൊ എന്താ പറഞ്ഞത്? ബ്രഹ്മി എന്ന് പറയുന്നത് Bacopa monnieri or Herpestis monnieri അതിന്റെ സ്റ്റെം ആൻഡ് ലീവ്സ് നിന്ന് എടുക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഫാമിലി Scrophulariaceae. മെയിൻലി ബാക്കോസൈഡ് A and B ആണുള്ളത്. ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴേക്കും ട്രൈടെർപിനോയിഡ്, എഗ്ലൈക്കോൺ, ബാക്കോജനിൻ A and B നമുക്ക് കിട്ടും. ബാക്കി സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ് ഉള്ളത് ഏതൊക്കെയാ? ഡയോസ്കോറിയ, ലിക്വറൈസ്, ജിൻസെങ്, ശതാവരി എക്സെട്ര. ക്ലിയർ ആയില്ലേ? സോ ക്വസ്റ്റ്യൻ ഏത് ഗ്ലൈക്കോസൈഡ് ആണെന്നുള്ളതായിരുന്നു. ഗ്ലൈക്കോസൈഡ്സ് പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലൈക്കോസൈഡ്സും അല്ല ഏതാണ് ആ ഒരു പെർട്ടിക്കുലർ ഗ്ലൈക്കോസൈഡിന്റെ പേര് എന്താണ് എന്നുള്ളതും ബാക്കി എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. Which of the following is an additive drug combination? Additive drug combination ഏതാണ്? ജനറൽ ഫാർമക്കോളജിയിൽ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഡ്രഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനജസ്റ്റിക് കോമ്പിനേഷൻ അല്ലെ, അതിൽ വരുന്നതായിരുന്നു അഡിറ്റീവ്, സൂപ്പർ അഡിറ്റീവ് കോമ്പിനേഷൻസ് എന്ന് പറയാം. അപ്പൊ ഏതാണ് അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ? അപ്പൊ എന്താണ് അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ? അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ മീൻ രണ്ട് ഡ്രഗ് നമ്മൾ കൊടുക്കുവാണ്. ഡ്രഗ് എ നമ്മൾ കൊടുത്തു, ഡ്രഗ് ബിയും കൊടുത്തു, ഡ്രഗ് എയും കൊടുത്തു, ഡ്രഗ് ബിയും കൊടുത്തു. അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് A+B ആയിരിക്കും. അതായത് ഡ്രഗ് എയും കൊടുത്തു, ഡ്രഗ് ബിയും കൊടുത്തു, അതിന്റെ ഇഫക്റ്റ് കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഡിറ്റീവ് ഡ്രഗ് എന്ന് പറയാം, അഡിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയാം. ദെൻ സൂപ്പർ അഡിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ഡ്രഗ് എ പ്ലസ് ഡ്രഗ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഡ്രഗ് എ പ്ലസ് ഡ്രഗ് ബി. ഇപ്പൊ എയും ബി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുമ്പോഴേക്കും എയുടെ ബിയുടെ എഫക്റ്റിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ അഡിറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അഡിറ്റീവ് ആണ്. ഓപ്ഷൻസ് എന്തൊക്കെയാ? അംലോഡിപ്പിൻ, അറ്റനോൾ. ഈ കോമ്പിനേഷൻ എല്ലാം നമ്മൾ ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഹിസ്റ്റാമിൻ, എഡ്രിനാലിൻ, സൾഫാമിത്തോക്സസോൾ, ട്രൈമെത്തോപ്രിം, ടൈറാമിൻ, മാവോ ഇൻഹിബിറ്റർ. What is the answer? It is option A, amlodipine ethanol. Amlodipine ethanol എന്ന് പറയുന്നത് ഒരു അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ ആണ്. അതായത് അംലോഡിപ്പിൻ എലോൺ കൊടുക്കുന്ന എഫക്റ്റും എറ്റനോൾ എലോൺ കൊടുക്കുന്ന എഫക്റ്റും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് അംലോഡിപ്പിനും എറ്റനോളും ഒരുമിച്ച് കൊടുത്താൽ കിട്ടുന്നത്. സോ അഡിറ്റീവ് ഇഫക്റ്റ്, the effect of the two drug is in the same direction and simply adds up. അതായത് effect of drug A plus B is equal to effect of drug A plus effect of drug B. എന്റെയും ബിയും ഒരുമിച്ച് കൊടുക്കുമ്പോൾ എഫക്ട് എന്തായിരിക്കും? എന്റെ എഫക്റ്റും ബിന്റെ എഫക്റ്റും കൂടി ഒരുമിച്ച് വരുന്നതായിരിക്കും. ദാറ്റ് ഇസ് അബൌട്ട് അംലോഡിപ്പിൻ ആൻഡ് എറ്റനോൾ. ഇപ്പൊ യൂസസ് ഒക്കെ നമുക്കറിയാലോ. അംലോഡിപ്പിൻ ആൻഡ് എറ്റനോൾ ബോത്ത് ആർ ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്നതാണ്. അംലോഡിപ്പിൻ നമ്മുടെ ഡിപ്പിൻസ് ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കറും, എറ്റനോൾ എന്ന് പറയുന്നത് ബീറ്റ ബ്ലോക്കറും ആണ്. ബാക്കിയുള്ള അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻസ് ഏതൊക്കെയാ വരുന്നത്? ആസ്പിരിൻ, പാരാസെറ്റമോൾ. നമുക്കറിയാം അനാൽജസിക് ആന്റിപൈററ്റിക് ആയിട്ട് കൊടുക്കാറുണ്ട് ആസ്പിരിൻ, പാരാസെറ്റമോൾ. അതൊരു അഡിറ്റീവ് കോമ്പിനേഷൻ ആണ്. നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഹാലോതെയ്ൻ ജനറൽ അനസ്തെറ്റിക്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ അംലോഡിപ്പിൻ, എറ്റനോൾ വരുന്നു, ആന്റി ഹൈപ്പർടെൻസീവ് ആണ്. ദെൻ ഗ്ലിബൻക്ലമൈഡ് ആൻഡ് മെറ്റ്ഫോർമിൻ ഹൈപ്പോഗ്ലൈസീമിയയുടെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ആൻഡ് എഫിഡ്രിൻ ആൻഡ് തിയോഫിലിൻ ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ടും കൊടുക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ബാക്കിയുള്ള ഓപ്ഷൻസിൽ സൾഫാമീത്തോക്സസോൾ ആൻഡ് ട്രൈപെത്തോപ്രിം, ടൈറാമിൻ ആൻഡ് മാവോ ഇൻഹിബിറ്റേഴ്സ് ആർ സൂപ്പർ അഡിറ്റീവ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഹിസ്റ്റാമിൻ ആൻഡ് അഡ്രിനാലിൻ ഫിസിയോളജിക്കൽ ആന്റഗോണിസ്റ്റ് ആണ്. അത് നമ്മൾ ആക്ച്വലി പരസ്പരം കൊടുക്കാറില്ല ഓൺ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ് ആൻഡ് ബ്ലഡ് പ്രഷർ. അതായത് ഒന്ന് BP കൂട്ടും, ഒന്ന് BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ദിസ് ഈസ് അബൌട്ട് അഡിറ്റീവ് ഡ്രഗ് കോമ്പിനേഷൻ. ഈ ഒരു ചാർട്ട് പഠിക്കാം. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് drugs which will add some for the synergistic effect എന്ന് നമുക്ക് മനസ്സിലാവും. Question number 30. 5-HT antagonist used to control chemotherapy induced nausea and vomiting. Option A risperidone, B ondansetron, C cyproheptadine, D clozapine. ക്വസ്റ്റൻ എന്തായിരുന്നു? 5-HT antagonist ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. നമുക്കറിയാം ക്യാൻസർ കീമോതെറാപ്പി, കീമോ എടുക്കുമ്പോൾ ചില പേഷ്യൻസിന് കീമോ എടുക്കുന്നതിന് മുന്നേയും ശേഷം നമ്മൾ കൊടുക്കാറുണ്ട്. എന്ത് സംഭവിക്കും? നോസിയ ആൻഡ് വോമിറ്റിംഗ് ഒരുപാടായിട്ട് വരും. അപ്പോൾ ആ ഡ്രഗ് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന 5-HT antagonist ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് ondansetron അല്ലെ. സോ ഓപ്ഷൻ ബി is the correct answer. ondansetron ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് എന്തൊക്കെയാ? റിസ്പെരിഡോൺ, 5-HT2A പ്ലസ് ഡോപ്പാമിൻ D2 antagonist. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. റിസ്പെരിഡോൺ എന്ന് പറയുന്നത് 5-HT antagonist ആണ്. ഡോപ്പാമിൻ 5-HT2A antagonist ആണ്. പ്ലസ്
dopamine D2 receptor antagonist ആണ്. Then നമ്മുടെ ondansetron, it is a prototype of the new class of selective 5-HT3 antagonists that have shown remarkable efficiency in controlling nausea and vomiting following administration of highly emetic anti-cancer drugs in radiotherapy. അതായത് anti-cancer drugsഉം റേഡിയോതെറാപ്പി ഇത് രണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആന്റി ക്യാൻസർ ഡ്രഗിന്റെ മെയിൻ സൈഡ് എഫക്റ്റ് ആണ് വോമിറ്റിംഗ് ഭയങ്കരമായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ വോമിറ്റിംഗ് ഉണ്ടാവും, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ondansetron ആണ് കൊടുക്കുന്നത്. Then ciproheptadine എന്ന് പറയുന്നത് 5-HT2A ബ്ലോക്കർ ആണ്. ക്ലോസാപ്പിൻ ഡോപാമിൻ ആന്റഗോണിസ്റ്റ് 5-HT2A or 2C ബ്ലോക്കർ ആയിട്ട് കൊടുക്കും. ഓക്കെ, അല്ല റിസ്പെരിഡോണും ക്ലോസാപ്പിനും ആന്റി സൈക്കോട്ടിക് ആണ്, ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സ് ആണ്. ondansetron നമ്മളിപ്പോ പറഞ്ഞു കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിങ്ങിന് ട്രീറ്റ്മെന്റ് കൊടുക്കും. സിപ്രോഹെപ്റ്റാഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്റി ഹിസ്റ്റാമിൻ ആണ് അല്ലെ, അലർജി കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കും. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 31 പോയാലോ. Cardioselective beta blocker. Which of the following is a cardioselective beta blocker? അപ്പൊ cardioselective beta blocker എന്ന് പറയുമ്പോൾ എന്താ? ബീറ്റ റിസപ്റ്റേഴ്സ് ആണ്. ബീറ്റ 1, 2, 3 ഉണ്ട്. അതിൽ ഏതാണ് കാർഡിയോസെലക്റ്റീവ് എന്ന് പറയുമ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ? ഏതിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ബീറ്റ 1 റിസപ്റ്റർ അല്ലെ. നമ്മൾ എങ്ങനെ പഠിച്ചു? We have 1 heart and 2 lungs. അപ്പൊ ബീറ്റ 1 receptors are present on heart. Beta 2 is mainly present on lungs and other tissues. നമുക്കറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? കാർഡിയോസെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഏതാണ്? പ്രൊപ്രാനലോൾ, ടിമലോൾ, കാർബിഡിലോൾ, മെറ്റോപ്രലോൾ. ഇത് കൺഫ്യൂസ്ഡ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ എല്ലാവർക്കും? കൺഫ്യൂസ്ഡ് ആവണ്ട, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ മതി. കാർഡിയോസെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഏതാന്നുള്ളത്. ഓക്കെ, ബീറ്റ അഡ്രെനർജിക് ഡ്രഗ്സിന്റെ ഒരു കാറ്റഗറിയാണ് വരുന്നത്. നോൺ സിലക്റ്റീവ്, ദാറ്റ് ഇസ് ബീറ്റ 1, ബീറ്റ 2 ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഉണ്ട്. ബോത്ത് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. ദെൻ കാർഡിയോസെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ 1നെ മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബീറ്റ 1നെ മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? പ്രൊപ്രനലോൾ ഉണ്ട്, ടിമലോൾ ഉണ്ട്, കാർബിഡിലോൾ ഉണ്ട്, മെറ്റോപ്രലോൾ ഉണ്ട്. ദ ആൻസർ ഇസ് മെറ്റോപ്രലോൾ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാ? മെറ്റോപ്രലോൾ, അറ്റനലോൾ, അസിബ്യൂട്ടലോൾ, ബിസോപ്രലോൾ, എസ്മലോൾ, ബീറ്റോക്സലോൾ, സെലിപ്രലോൾ, നെബിവലോൾ. ഇത്രയുമാണ് നമ്മുടെ കാർഡിയോസെലക്റ്റീവ് ബീറ്റ 1 സെലക്റ്റീവ് ബ്ലോക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞാല് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഡ്രഗ് ഉണ്ട്. എ അതായത് അറ്റനലോൾ, അസിബ്യൂട്ടലോൾ ഉണ്ട്. ഏതാ പറയുന്നത്? ബി. അപ്പൊ ബിയിൽ 2 ഡ്രഗ് ഉണ്ട്. ബിസോപ്രലോൾ, ബീറ്റാക്സോലോൾ ഉണ്ട്. അത് കഴിഞ്ഞ് സിയിൽ ഒരു ഡ്രഗ് ഉണ്ട്, സെലിപ്രലോൾ. ദെൻ എസ്മലോൾ. അത് കഴിഞ്ഞ് എന്നിലും എമ്മിലും ഒരു ഡ്രഗ് ഉണ്ട്, നെബിവലോൾ ആൻഡ് മെറ്റോപ്രലോൾ. ആ ഒരു കോഡ് വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. AABBCENM ഇത്രയാണ് വരുന്നത്. ഓക്കെ, അവള് ഡ്രഗ്സും 2-3 തവണ വായിക്കുമ്പോഴേക്കും ഈ കോഡും കൂടെ വയ്ക്കുമ്പോഴേക്കും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ഏതൊക്കെയാ? ബീറ്റ 1 ആൻഡ് ബീറ്റ 2 സെലക്റ്റീവ് ആണ്. പ്രൊപ്രനലോൾ, സോട്ടലോൾ, ടിമലോൾ ആൻഡ് പിന്നലോൾ. ദെൻ വിത്ത് അഡീഷണൽ ആൽഫ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി. ഇതും ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുണ്ട്. ലാബറ്റലോൾ ആൻഡ് കാർബിഡിലോൾ. ആൽഫ പ്ലസ് ബീറ്റ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി വരുന്നതാണ് ലാബറ്റലോൾ ആൻഡ് കാർബിഡിലോൾ. അത് നമ്മുടെ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. ദെൻ അനദർ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് ഏതൊക്കെയാ? പ്രൊപ്രനലോൾ, ടിമലോൾ, സോട്ടലോൾ ആൻഡ് പിൻഡലോൾ. സെക്കൻഡ് ജനറേഷൻ മെറ്റോപ്രലോൾ, അറ്റനലോൾ, അസിബ്യൂട്ടലോൾ, ബിസോപ്രലോൾ ആൻഡ് എസ്മലോൾ. ആൻഡ് തേർഡ് ജനറേഷൻ വന്നിട്ട് ലാബറ്റലോൾ, കാർബിഡിലോൾ, സെലിപ്രലോൾ, നെബിവലോൾ ആൻഡ് ബീറ്റാക്സലോൾ. ക്ലിയർ ആയില്ലേ? സോ കാർഡിയോസെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഏതെന്ന് നോക്കുമ്പോഴേക്കും ഈ ഒരു ചാർട്ട് ഓർത്തിരിക്കുക. കോഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. AABBCENM. ഇത്രയാണ് കാർഡിയോസെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് പറയുന്നത്. ഈ ABC മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ, കാരണം ഈ എയിലും ബിയിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഡ്രഗ്സും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ചാർട്ട്, ഈ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ഒരു 8 തവണ വായിക്കുക. അപ്പോഴേക്കും നമുക്ക് ക്ലിയർ ആവും. അതിനുശേഷം കോഡ് കൂടി ഓർത്ത് വെക്കുമ്പോഴേക്കും പിന്നീട് നമ്മൾ മറക്കത്തില്ല. ഓക്കെ, ഈ ഒരു ചാർട്ടൊന്നും, അതായത് ആൽഫ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി വിത്ത് ബീറ്റ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി വരുന്ന ഡ്രഗ്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുണ്ട്. ഇറ്റ് ഈസ് കാർബിഡിലോൾ ആൻഡ് ലാബറ്റലോൾ. ക്ലിയർ ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 32. സിന്തറ്റിക് കനാബിനോയിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിന്തറ്റിക് കനാബിനോയിഡ്? കനാബിനോയിഡ്സ് അറിയാലോ, നമ്മുടെ കനാബിസ് സെറ്റാവയിൽ എടുക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. അതിൽ സിന്തറ്റിക് കനാബിനോയിഡ് ഏതാണ്? മെത്തഡോൾ, ട്രമഡോൾ, നലോക്സോൺ, നാബിലോൺ. ഏതായിരിക്കും? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, നാബിലോൺ. ഓപ്ഷൻ ഡി, നാബിലോൺ. സിന്തറ്റിക് കനാബിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ നാബിലോൺ ആണ്. കാരണം ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാം. നാബിലോൺ നമ്മൾ കേട്ടിട്ടില്ല എങ്കിൽ കൂടി ബാക്കിയുള്ളത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ലൈക്ക് മെത്തഡോൾ ആൻഡ് ട്രമഡോൾ നമുക്കറിയാം എന്താണ്, പെയിൻ കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലോപ്പിയോഡ് അനാൽജസിക് ആണ്. നലോക്സോൺ എന്ന് പറയുന്നത് എന്താ? മോർഫിന്റെ
മോർഫിൻ പോയിസണിങ്ങിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ്. അപ്പൊ ബാക്കിയുള്ളത് നാബിലോൺ ആണ്. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് സിന്തറ്റിക് കനാബിനോയിഡിനെ പറ്റി പറയുമ്പോൾ ദ സിന്തറ്റിക് കനാബിനോയിഡ് എമംഗ് ദ ഓപ്ഷൻ പ്രൊവൈഡഡ് ഇസ് നാബിലോൺ ഇസ് എ സിന്തറ്റിക് കനാബിനോയിഡ് ദാറ്റ് ഇസ് സ്ട്രക്ചറലി സിമിലർ ടു THC. അതായത് നാച്ചുറൽ കനാബിനോയിഡ് എന്ന് പറയുന്നത് THC ആണ്, ദാറ്റ് ഇസ് ടെട്രാഹൈഡ്രോ കനാബിലോൺ. അതുമായിട്ട് സ്ട്രക്ചറലി സിമിലർ ആണ്, ബട്ട് നമ്മൾ സിന്തറ്റിക്കലി ഉണ്ടാക്കിയെടുത്തതാണ്. ദ സൈക്കോ ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് കനാബിസ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നോസിയ വോമിറ്റിംഗ് അസോസിയേറ്റഡ് വിത്ത് കീമോതെറാപ്പി ദാറ്റ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു കൺവെൻഷണൽ ആന്റി എമിറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പോൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ ആന്റി എമിറ്റിക് ആയിട്ട് ചില ഡ്രഗ്സ് കൊടുക്കാറുണ്ട്, ലൈക്ക് ഒണ്ടാൻസെട്രോൺ. അപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്യാത്ത പേഷ്യൻസിന് നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് നാബിലോൺ കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് അതായത് മെത്തഡോൺ, ട്രമഡോൺ, നലോക്സോൺ സിന്തറ്റിക് കനാബിനോയിഡ്സിൽ വരുന്നതല്ല. നമുക്കറിയാം പെയിൻ മാനേജ്മെന്റിനും ആ ഒരു ഓവർഡോസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിഡോട്ട് ആയിട്ടും കൊടുക്കുന്ന ഡ്രഗ്സ് ആണ്. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 33. മോസ്റ്റ് അബൻഡന്റ് കാറ്റയോൺ ഇൻ എക്സ്ട്രാസെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാസെല്ലുലാർ ഫ്ലൂയിഡും ഉണ്ട്, ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡും ഉണ്ട് അല്ലെ, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡും ഉണ്ട് ഇതിനിടയിൽ കാണുന്നത്. അപ്പൊ ഇൻസൈഡ് ദ സെൽ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്താ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കാറ്റയോൺ ഏതാണ്, പോസിറ്റീവ് ചാർജുള്ള അയോൺ ഏതാണ്? പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം ക്ലോറൈഡ്. ഏതായിരിക്കും ആൻസർ? നമുക്ക് അറിയില്ല എങ്കിൽ കൂടി കൺഫ്യൂസ്ഡ് ആവും, ബിക്കോസ് കാറ്റയോൺ ആണ്, സോ പോസിറ്റീവ് ചാർജ് ഉള്ള നമുക്ക് മനസ്സിലായി. പൊട്ടാസ്യം K+ പോസിറ്റീവ് ആണ്, കാൽഷ്യം Ca2+ ആണ്, സോഡിയം Na+ ആണ്, ക്ലോറൈഡ് Cl-. സോ ക്ലോറൈഡ് അല്ല നമുക്ക് മനസ്സിലായി. അതിൽ സോഡിയം ആണോ പൊട്ടാസ്യം ആണോ കാൽഷ്യം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി, sodium. Sodium is most abundant cation in extracellular fluid. Most abundant cation in extracellular fluid is sodium. Sodium ions are primary cations in the extracellular fluid, playing a crucial role in maintaining osmotic balance, fluid balance and cellular function. Sodium level വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് കേട്ടിട്ടുണ്ടാവും, സോഡിയം കുറഞ്ഞു, തലചുറ്റി വീണു, എന്താണ് കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഇസ് എ മെയിൻ കാറ്റയോൺ, mainly responsible for നമ്മുടെ ഓസ്മോട്ടിക് ബാലൻസ്, ഫ്ലൂയിഡ് ബാലൻസ്, സെല്ലുലാർ ഫംഗ്ഷൻ എല്ലാം സോഡിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് പൊട്ടാസ്യം, കാൽഷ്യം, ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് മെയിൻലി കാണുന്നത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ സെല്ലിന് പുറത്ത് കാണുന്നത് ആരാ? ഇറ്റ് ഇസ് സോഡിയം. ക്ലിയർ ആയോ? Question number 34. The Medicinal and Toilet Preparation Act came into force on. Medicinal and Toilet Preparation Act എന്നാ വന്നത്? It came into force on 1955 അല്ലെ. 1955 മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് വന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തായിരുന്നു മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്? ഓർ എക്സൈസ് ഡ്യൂട്ടീസ് ആക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. It was enacted to provide for the levy and collection of duties of excise on medicine and toilet preparation containing alcohol, narcotic drugs and narcotic drugs or narcotics. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ ആൽക്കഹോൾ കണ്ടെയ്നിങ് ഓർ നാർക്കോട്ടിക് ഡ്രഗ്സ് കണ്ടെയ്നിങ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കളക്ട് ചെയ്ത്, അതായത് ലെവി കളക്ട് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി കളക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇനാക്ട് ചെയ്ത ആക്ട് ആണ് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ലൈക്ക് GST ടാക്സ് കളക്ട് ചെയ്യുന്നത് പോലെ ആൽക്കഹോൾ കണ്ടെയ്നിങ്, നാർക്കോട്ടിക് ഡ്രഗ്സ് കണ്ടെയ്നിങ് ടോയ്ലറ്റ് പ്രിപ്പറേഷനിൽ നിന്നും ലെവി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാക്ട് ചെയ്ത ആക്ട് ആണ് നമ്മുടെ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1955. Clear ആയില്ലേ? Question number 35. Class 1B of anti-arrhythmic drug. Arrhythmic drug, irregular heart beat ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗ്. എല്ലാവരും ചോദിക്കുന്ന ക്ലാസ്സസ് എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്ന കാറ്റഗറി ഓഫ് ടോപ്പിക് ആണ് ആന്റി അരിത്തമിക് എന്ന് പറയുന്നത്. അതിൽ ക്ലാസ് 1B ഏതാണ്? നമുക്കറിയാം ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എന്താ? ക്ലാസ് 1, 2, 3, 4 അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കും. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാ? ഡൈസോപൈറമൈഡ്, അമിയോഡാറോൺ, ലിഡോക്കെയിൻ, വെറപ്പാമിൻ. What is the answer? Answer is option C, lidocaine. Option C, lidocaine ആണ് ക്ലാസ് 1B ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ പെട്ടെന്ന് പഠിക്കുക? ആന്റി അരിത്തമിക് ഡ്രഗ്സ് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഇങ്ങനെ ഓർക്കുക കേട്ടോ. ക്ലാസ് 1 എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ സോഡിയം ചാനൽ ബ്ലോക്കർ ആണ്. സോഡിയം ചാനൽ ബ്ലോക്കർ ആണ് ക്ലാസ് 1 ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് 1 മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ഏജന്റ് ഓർ നമുക്ക് എഴുതാം സോഡിയം ചാനൽ ബ്ലോക്കർ. സോഡിയം ബ്ലോക്കർ അല്ല, സോഡിയം ചാനൽ ബ്ലോക്കർ ആണ്. അതിൽ തന്നെ ക്ലാസ് 1A, 1B, 1C വരുന്നുണ്ട്. 1A ഏതൊക്കെയാ? ക്വിനിഡിൻ, പ്രൊക്കൈനമൈഡ്, ഡൈസോപൈറമൈഡ്. ദെൻ ഡൈസോപൈറമൈഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ക്ലാസ് 1.
A. Then class 1B, lidocaine and mexilitine. This is lidocaine, that is class 1B. Then option C, propafenone and flecainamide. Okay, so class 1 നമ്മൾ പഠിച്ചു. Then class 2, where is class 2 is anti adrenergic drug or class 2 എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ്. മെയിൻലി വരുന്നത് propranolol and sotalol. Class 2 is beta blocker. Okay, then class 3, here it is class 3, amiodarone, dronedarone, dofilitide, ibufilitide. ഇതെന്ന് പറയുന്നത് പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആണ് കേട്ടോ. പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആണ്. അമിയോഡറോൺ നമ്മുടെ ഓപ്ഷനിലുണ്ട്. ദിസ് ഇസ് ക്ലാസ് 3 and the last one is class 4. It is calcium channel blocker. Verapamil and diltiazem. This is verapamil, class 4. നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലാസ് 1 ഏതായിരുന്നുള്ളതായിരുന്നു, 1B ആയിരുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. ഡൈസോപൈറമൈഡ് ആണോ ലിഡോക്കൈൻ ആണോ? നമ്മൾ ഈ ചാർട്ട് നോക്കി ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ലിഡോക്കൈൻ. ദാറ്റ് ഇസ് ക്ലാസ് 1B. ഡൈസോപൈറമൈഡ് എന്ന് പറയുന്നത് ക്ലാസ് 1A വരുന്നതാണ്. ഇങ്ങനെ ഓർക്കാം കേട്ടോ. 1, 2, 3, 4. സോഡിയം ചാനൽ ബ്ലോക്കർ, ബീറ്റ ബ്ലോക്കർ, പൊട്ടാസ്യം ചാനൽ ഓപ്പണർ, കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഓക്കെ, ഈ ഒരു രീതിയിൽ പഠിക്കാം. ഡ്രഗ്സ് ഏതാന്ന് നമുക്ക് ഓർത്ത് വെക്കാം. ക്ലാസ് 1, 2, 3, 4. 1 സോഡിയം ചാനൽ ബ്ലോക്കർ, 2 ബീറ്റ ബ്ലോക്കർ, 3 പൊട്ടാസ്യം ചാനൽ ഓപ്പണർ, ഡി or ക്ലാസ് 4 എന്ന് പറയുന്ന ഏതാ? കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ക്ലിയർ ആയോ? സോ ദിസ് ഇസ് അബൌട്ട് ആന്റി അരിത്മിക് ഡ്രഗ്. ക്ലാസ് 1B is lidocaine. Question number 36. Causative organism of plague. Plague ഉണ്ടാക്കുന്നത് ഏത് ഓർഗാനിസം ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. ഓപ്ഷൻ ചെയ്തിരിക്കുക: arbo virus, rat flea, clostridium tetani and Yersinia pestis. What is answer? It is option D, Yersinia pestis. Plague ഉണ്ടാക്കുന്ന ആരാണ്? Yersinia pestis ആണ് അല്ലേ? So the causative organism of plague is option D, Yersinia pestis. Yersinia pestis is a bacteria responsible for causing the infectious disease known as plague. Plague is often transmitted through the bite of infected flea and can manifest in different forms including bubonic, septicemic and ന്യൂമോണിക് പ്ലേഗ്. അപ്പൊ മനസ്സിലായല്ലോ, യേഴ്സീനിയ പെസ്റ്റിസ് വഴി ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് നമ്മുടെ പ്ലേഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫെക്റ്റഡ് ഫ്ലീസ് ബൈറ്റ് ചെയ്യുന്നത് വഴി പ്ലേഗ് സ്പ്രെഡ് ആവാറുണ്ട്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദി അതർ ഓപ്ഷൻ? അർബോ വൈറസ് എന്ന് പറയുന്നത് ആർത്രോപോഡ് ബോൺ വൈറസസിനെയാണ് നമ്മൾ അർബോ വൈറസ് എന്ന് പറയുന്നത്. ആർത്രോപോഡ് ബോൺ വൈറസ്, ദാറ്റ് ഇസ് അർബോ വൈറസ്. അർബോ വൈറസ് എന്താ ചെയ്യുന്നത്? ദാറ്റ് transmitted to the humans through the bites of infected arthropod. Infected arthropods bite ചെയ്യുന്നത് വഴിയാണ് നമ്മളിലേക്ക് വരുന്നത്, like mosquitoes and ticks. These viruses can cause a variety of diseases like dengue, chicken pox ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ഓഫ് വൈറസസിനെ നമുക്ക് അർബോ വൈറസസ് or arthropod borne viruses എന്ന് നമുക്ക് വിളിക്കാം. Then rat flea is also known as Xenopsilla cheaposus, is a type of flea that is particularly associated with the rats and is a vector for transmitting the bacterium Yersinia pestis. അപ്പോൾ Yersinia pestis ആയിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ റാറ്റ് ഫ്ലീ. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ആണ് റാറ്റ് ഫ്ലീ എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഏത് ഓർഗാനിസം ആയിരുന്നു നമ്മുടെ പ്ലേഗ് ഉണ്ടാക്കുക എന്നുള്ളത്? ദാറ്റ് ഈസ് Yersinia pestis. ഇപ്പോൾ Yersinia pestisനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ആരാണ്? ഇറ്റ് ഈസ് റാറ്റ് ഫ്ലീ അല്ലെ. The rat flea plays a crucial role in the transmission of plague among rodents and occasional to the humans through the bites. Clear ആയില്ലേ? Then one more option ഉണ്ടായിരുന്നു, Clostridium tetani. നമുക്കറിയാം tetanus ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. It's a bacterium that produces a potent neurotoxin called tetanospasmodium. Tetanospasmin is responsible for causing tetanus. But tetanus ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ Clostridium tetani ഉണ്ടാണ്. ക്ലിയർ ആയോ? അപ്പോൾ പ്ലേഗ് ഉണ്ടാക്കുന്നത് Yersinia pestis വഴി. അതിന്റെ വെക്ടർ എന്ന് പറയുന്നത് റാറ്റ് ഫ്ലീ. All enzymes involved in glycolysis are present in. ഗ്ലൈക്കോളിസിസ് നടക്കണം അല്ലെ, അതായത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ അത് നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് എവിടെയാണ് കാണുന്നത്? മൈറ്റോകോൺട്രിയ, ബ്ലഡ്, സൈറ്റോസോൾ, സെൽ വോൾ. എവിടെയായിരിക്കും? ഗ്ലൈക്കോളിസിസ് ആണ്, സോ സെല്ലിനുള്ളിലാണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ബ്ലഡിലും അല്ല, സെൽ വോളിലും അല്ല. പിന്നെ സൈറ്റോസോൾ ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. ദ ആൻസർ ഇസ് ഓപ്ഷൻ
സി സൈറ്റോസോൾ അല്ലെ. സൈറ്റോസോളിലാണ് നമ്മുടെ ഗ്ലൈക്കോളിസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് എല്ലാം പ്രസന്റ് ആയിരിക്കുന്നത്. ഓൾ എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്ലൈക്കോളിസിസ് ആർ പ്രസന്റ് ഇൻ ഓപ്ഷൻ സി സൈറ്റോസിസ്. സൈറ്റോസോൾ ഗ്ലൈക്കോളിസിസ് ബോഡി ഗ്ലൈക്കോളിസിസ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് എ മെറ്റബോളിക് പാത്വേ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോസോൾ ഓഫ് ദ സെൽ വാൾ. സെൽ വാളിന്റെ സൈറ്റോസോളിലാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. വേർ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു pyruvate. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത പൈറുവേറ്റ് ആയിട്ട് മാറ്റും. The enzyme responsible for various reaction in glycolysis are located in cytoplasm, making the glycolysis a cytosolic process. Glycolysis is a cytosolic process. കാരണം സൈറ്റോസോളിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഗ്ലൈക്കോളിസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. Okay, question number 38. The normal range of serum potassium level. Serum potassium level. അപ്പോ ആസ് എ ഫാർമസിസ്റ്റ് ചിലർ നമുക്ക് നമ്മുടെ ലാബ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കല്ലേ, മക്കളെ ഇത് എന്താണ്, എത്ര കൂടുതലാണോ കുറവാണോ എന്ന്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം എല്ലാ ലെവൽസും ബ്ലഡിലെ പാരാമീറ്റേഴ്സിനെ എല്ലാം നോർമൽ ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താ? പൊട്ടാസ്യം ലെവൽ എത്രയാന്നുള്ളതാണ്. 96 to 106 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ, 1.5 to 2.2 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ, 136 to 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ, 3.5 to 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. What is the answer? Answer is option D, 3.5 to 5 milli equivalents per liter. നമുക്ക് നോക്കാം. ഡിഫറെന്റ് കാറ്റോൺസ് ആൻഡ് അനോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം, പൊട്ടാസ്യം, ടോട്ടൽ കാൽഷ്യം, വൈറ്റമിൻ, ഹിമാറ്റോക്രിറ്റ്, ആൽബുമിൻ, സിറം ഫോസ്ഫേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പൊട്ടാസ്യം ലെവൽ ഏത് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ലെവൽ എത്രയായിരുന്നു? 3.5 to 5 milli equivalents per liter. That is the normal range of potassium in the blood. ഓക്കെ, ഈ ഒരു ചാർട്ട് പഠിക്കുക. ഇത് മാത്രമല്ല ബാക്കിയുള്ള ഹെമോഗ്ലോബിൻ, RBC, WBC എല്ലാത്തിന്റെയും നോർമൽ ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കണം. Question number 39. Water purified by distillation on reverse osmosis and meets the specifications for the purity as per IP, which is free from pyrogens, are not intended to be sterile. ഇപ്പൊ എന്താ പറഞ്ഞത്? ഡിസ്റ്റിലേഷൻ വഴി പ്യൂരിഫൈ ചെയ്ത വാട്ടർ, റിവേഴ്സ് ഓസ്മോസിസ് വഴി ഉണ്ടാക്കിയ വാട്ടർ, അതിൽ എന്താ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പൈറജൻ ഫ്രീ ആണ്, and not intended to be sterile, which is free from pyrogens. പൈറജൻസ് വരുന്നില്ല ആൻഡ് പക്ഷെ എന്താ സ്റ്റെറൈൽ അല്ല. പൈറജൻസ് ഇല്ല, സ്റ്റെറിലിറ്റി ഇല്ല. പൈറജൻസ് ഇല്ല ബട്ട് നോട്ട് intended to be sterile. ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്യൂരിഫൈഡ് വാട്ടർ, സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ, ഡിഅയണൈസ്ഡ് വാട്ടർ, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെല്ലാത്തിനും ഡെഫിനിഷൻസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അല്ലെ. ചിലതിൽ സ്റ്റെറൈൽ ആണ് പക്ഷെ പൈറജൻസ് ഉണ്ടാവും, ആൻഡ് വൈസ് വേഴ്സ. ചിലതിൽ എന്താ സ്റ്റെറൈൽ അല്ല പക്ഷെ പൈറജൻസ് കാണത്തുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. വാട്ടർ ഫോർ ഇഞ്ചക്ഷനിലാണ് എന്ത് വരുന്നത്? വാട്ടർ ഫോർ ഇഞ്ചക്ഷനിൽ പൈറജൻസ് ദേ ആർ ഫ്രീ ഫ്രം പൈറജൻസ്. ഫ്രീ ഫ്രം പൈറജൻസ്, പൈറജൻസ് വരുന്നില്ല പക്ഷെ എന്തുമല്ല, സ്റ്റെറിലിറ്റി ഇല്ല. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ എന്ന് പറയാം. ദേ ആർ നോട്ട് ഇന്റൻഡഡ് ടു ബി സ്റ്റെറൈൽ ബട്ട് ഇറ്റ് ഇസ് ഫ്രീ ഫ്രം പൈറജൻസ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഡെഫിനിഷൻസ് നോക്കിയാലോ. പ്യൂരിഫൈഡ് വാട്ടർ, ഇറ്റ് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ബൈ ദി ഡിസ്റ്റിലേഷൻ ഓർ റിവേഴ്സ് ഓസ്മോസിസ് പ്രോസസ് ആൻഡ് same time ion exchange used as a solvent in all the pharmaceutical preparation except parenteral sterile preparation. അപ്പോ സോൾവെന്റ് ആയിട്ടാണ് മെയിൻലി നമ്മൾ ആര് ഉപയോഗിക്കുന്നത്? പ്യൂരിഫൈഡ് വാട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷെ എക്സെപ്റ്റ് പാരന്റൽ സ്റ്റെറൈൽ പ്രിപ്പറേഷൻ, സ്റ്റെറൈൽ പാരന്റൽ പ്രിപ്പറേഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഓൾസോ യൂസ്ഡ് ഫോർ ഓൾ ദ ടെസ്റ്റ് ആൻഡ് അസേ ഓഫ് ദ IP അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. അതായത് പ്യൂരിഫൈഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പ്യൂരിഫൈഡ് പക്ഷെ അതിന് സ്റ്റെറിലിറ്റി ഉണ്ടാവില്ല, പാരജൻ ഫ്രീ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യും പക്ഷെ പാരലൽ പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് സ്റ്റെറൈൽ, ഇറ്റ് കണ്ടെയ്ൻസ് പൈറജൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ പ്യൂരിഫൈഡ് വാട്ടർ എന്താണെന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. നോക്കി, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പാക്കേജ്ഡ് ഇൻ എ single glass tube, single dose glass container of type 1 and 2, both the pyrogen free and sterilized, used as a solvent for powder or injection. അപ്പോൾ sterile water for injection എന്ന് പറയുമ്പോൾ as name indicates അത് sterile ആണ്, എന്തുവാണ്? പൈറജൻ ഫ്രീ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൈറജൻ ഫ്രീ ആണ് ബട്ട് സ്റ്റെറൈൽ അല്ലാത്തത് ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ പറയുമ്പോഴേക്കും അത് സ്റ്റെറൈലും ആണ്, അത് സ്റ്റെറിലൈസ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഇസ് പൈറജൻ ഫ്രീ. ഇറ്റ് ഇസ് പൈറജൻ ഫ്രീ ആണ്. ഓക്കെ, സോ പൗഡർ ഓർ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ഡീഅയണൈസ്ഡ് വാട്ടർ. Deionized water is a water from which ions have been removed
through the deionization process, resulting in purified form of water with a minimum mineral content. Deionized water itself is not necessarily sterile or pyrogen free. അപ്പൊ ഇത് സ്റ്റെറൈലും അല്ല പൈറജൻ ഫ്രീയും അല്ല. നമ്മുടെ deionized വാട്ടറും പ്യൂരിഫൈഡ് വാട്ടറും സ്റ്റെറൈലും അല്ല പൈറജൻ ഫ്രീയും അല്ല. deionized വാട്ടറിൽ അയോൺസ് deionization പ്രോസസ് വഴി റിമൂവ് ചെയ്തേ ഉള്ളൂന്നേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. അതിന്റെ കേസ് എന്താ പറയുന്നത്? പൈറജൻ ഫ്രീ ഉണ്ട്. പൈറജൻസ് ഇല്ല, പക്ഷെ എന്താണ് സ്റ്റെറിലിറ്റി ആവണം, സ്റ്റെറൈൽ ആവണം നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പാരലൽ പ്രിപ്പറേഷൻ. ഇറ്റ് ഇസ് പൈറജൻ ഫ്രീ ബട്ട് നോട്ട് സ്റ്റെറിലൈസ്ഡ് ആസ് പെർ IP. IP പ്രകാരം സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി തിരിഞ്ഞു പോവില്ലല്ലോ. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പ്യൂരിഫൈഡ് വാട്ടർ, സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ, ഡിയനൈസ്ഡ് വാട്ടർ, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ. അതില് സ്റ്റെറൈൽ അല്ല ബട്ട് പൈറജൻ ഫ്രീ ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ പ്യൂരിഫൈഡ് വാട്ടറും ഡിയനൈസ്ഡ് വാട്ടറും ദേ ആർ നോട്ട് സ്റ്റെറൈൽ ആൻഡ് പൈറജൻ ഉണ്ട്, ദേ കണ്ടെയ്ൻ പൈറജൻ. പൈറജൻ ഫ്രീ അല്ല എന്ന് നമുക്ക് പറയാം. സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആൻഡ് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ, ഇതായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് സ്റ്റെറൈൽ ആൻഡ് പൈറജൻ ഫ്രീ. ബട്ട് വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ പറയുമ്പോൾ എന്താ? പൈറജൻ ഫ്രീ ആണ് പക്ഷെ സ്റ്റെറൈൽ അല്ല, ആ ഒരു ടേം വരുന്നില്ല. Okay, clear alle? So water purified by distillation or reverse osmosis and meets the specification for purity as per IP, which is free from pyrogen, not intended to be sterile, is called as water for injection. Clear ayo? This is very important ട്ടോ. Question number 40. Which of the following is mainly used as a diuretic? Diuretic ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഫാർമക്കോഗ്നോസിയിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. ജിൻസെങ്, മസ്റ്റാർഡ്, ജിങ്കോ, ഗോക്രൂ. ഏതാണ്? നമുക്കറിയാം ഡയൂററ്റിക് ആയിട്ട് നമ്മൾ രണ്ട് ഡ്രഗ്സ് ആണ് പഠിക്കുന്നത്, ഗോക്രൂ ആൻഡ് പുനർനാവ് അല്ലെ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഗോക്രൂ. അപ്പൊ ജിൻസെങ്, ബാക്കിയുള്ളത് എന്താ? ജിൻസെങ് ഓർ പാനാക്സ് ജിൻസെങ് നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഇസ് ആൻ ഇമ്മ്യൂൺ സ്റ്റിമുലന്റ്. മസ്റ്റാർഡ് എന്ന് പറയുന്നത് ഒരു ഐസോതയോസൈനേറ്റ് ഗ്ലൈക്കോസൈഡ് ആണ്. ജിങ്കോ ബിലോബ അത് നമ്മുടെ മെമ്മറി കൂട്ടും, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ കൂട്ടും, അൽസൈമേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട്. ആൻഡ് ദ ആൻസർ ഇസ് ഗോക്രൂ, ദാറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഡയൂററ്റിക്. ഗോക്രൂ ഓർ പങ്ക്ചർ വൈൻ ഓർ ട്രിബുലസ് എന്നാണ് നമ്മുടെ അതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുക കേട്ടോ, ഗോക്രൂന്റെ സിനോണിംസ് പഠിക്കുക. ഇവിടെ ഗോക്രൂന് പകരം പങ്ക്ചർ വൈനോ ട്രിബുലസ്നോ കൊടുത്തിരുന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. കാരണം നമ്മൾ പഠിക്കുന്നത് ഡയൂററ്റിക് എന്ന് പറയുന്നത് ഗോക്രൂ പുനർനാവയാണ്. അപ്പൊ ആ ഒരു ഗോക്രൂ എന്നുള്ള ടേം കിട്ടിയില്ല എങ്കിൽ കൂടി നമ്മൾ ഓർത്തിരിക്കണം പങ്ക്ചർ വൈൻ, ട്രിബുലസ് എന്നുള്ളത് ഗോക്രൂന്റെ സിനോണിംസ് ആണ്. സോഴ്സ് എന്താ? ഫ്രൂട്ട്സ് ഓഫ് ട്രിബുലസ് ടെറസ്ട്രിസ് ഓഫ് ഫാമിലി സൈഗോഫില്ലേസിയേ. ഓക്കെ, അത്രയാണ് നമ്മൾ 2017 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള PSC ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, ബൈ.